കൊടുത്ത രാജാവിന്റെ നാട്ടുകാരാണ് നാം. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹ്ദാ മലിക്കുൽ ഹിന്ദ് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സൻജബീൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ത്യ രാജ്യവും നബി തങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കും. ആ കാലഘട്ടം മുതൽ ഇവിടെ ഇസ്ലാം ദീനിന്റെ പ്രവർത്തനം നടക്കുന്നു. പള്ളികളിൽ 20 റക്അത്ത് തറാവീഹ് യാതൊരു തർക്കവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ റമളാനിൽ പരസ്പരം തെറ്റിയവരെല്ലാം പരസ്പരം മനസ്സു നന്നാക്കി യോജിക്കുന്ന കാലമാണ്. ആ സമയത്ത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി തോളോട് തോളുരുമ്മി പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും രാജാവും പ്രജയും എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വരെ ഭിന്നിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ച പുത്തൻവാദികൾ തറാവീഹിന്റെ എണ്ണത്തിൽ പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ മാനദണ്ഡം അറിവുകേടാണ്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കും തർക്കമില്ലാതിരുന്നത് വിവരമുള്ളത് കൊണ്ടാണ്. വിവരമില്ലാത്തവർ തർക്കം വലിച്ചിട്ടു. അതിനെന്താണ് അവർ പ്രയോഗിച്ച മാർഗം? വിവരക്കേട് മാനദണ്ഡമാക്കി. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹയോട് അംബിഇനി അൻ ബിതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്ർ നിസ്കാരത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് വന്ന് ചോദിച്ചപ്പോൾ എണ്ണിക്കണക്കാക്കി തിൽക 11 റക്അത്തൻ യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ അത് 11 റക്അത്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ആ വിത്റിന്റെ എണ്ണം പറയുമ്പോൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, റമളാനിലും അല്ലാത്തപ്പോഴും അത് 11നേക്കാൾ വർദ്ധിപ്പിക്കാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു. ഈ ഹദീസ് ഇമാം ബുഖാരി 3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷീണം പിടിക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് ക്ഷീണം പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്തില്ല നല്ലതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സഹീഹുൽ ബുഖാരിയിൽ 3 സ്ഥലത്താണ് ഹദീസുള്ളത്. 3 സ്ഥലങ്ങളിലും ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായി വരുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല ഈ ഹദീസ് തറാവീഹിന്റെ എണ്ണത്തിന് തെളിവാണെന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതി പഠിച്ചിട്ടുണ്ട്. കാരണം മുവത്തയിൽ ആ ഹദീസ് ഉണ്ട്. അബ്വാബുൽ വിത്ർ എന്ന വിത്റിന്റെ അധ്യായത്തിലാണ് ആ ഹദീസ് ഉള്ളത്. മഹാനായ മാലിക് ഇമാമിനും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ കുറിച്ച് തർക്കമുണ്ടായിട്ടില്ല. ആ മുവത്ത എന്ന ഗ്രന്ഥം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മറ്റ് പണ്ഡിതന്മാരിൽ നിന്ന് ഓതി പഠിച്ചിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സംശയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇമാമിങ്ങളൊക്കെ കണ്ട ഒരു ഹദീസ്, അവര് പിൻതലമുറക്ക് എത്തിച്ചു കൊടുത്തൊരു ഹദീസ്, അത് ഇമാം ബുഖാരിക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എത്തിച്ചു കൊടുത്തൊരു ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ കാലഘട്ടം കഴിഞ്ഞ് 1000കണക്കിന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറയുന്നു ആ ഹദീസ് ഇന്ന് വരെയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല, ആ ഹദീസ് കൊണ്ട് തറാവീഹിന്റെ എണ്ണം ചുരുക്കണം എന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ വിവരക്കേടിന്റെ ആഴം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇത്രയും 1000കണക്കിന് കൊല്ലം ഈ ഹദീസ് എത്തിച്ചു കൊടുത്ത പണ്ഡിതന്മാരെല്ലാം അത് വിത്റുസ്കാരത്തെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റും തഹജ്ജുദും ഒന്നായിരുന്നു എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് തഹജ്ജുദാണെന്ന് എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് അതിന് പ്രശ്നമാക്കേണ്ടതൊന്നുമില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എല്ലാവരും പറയുമ്പോ ഖുലഫാഉർ റാഷിദീങ്ങൾ 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കി എന്നത് സഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടതാണെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ എന്തിനു മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധ റമദാന്റെ രാത്രിയിൽ ഒരു തർക്കം വലിച്ചിട്ടു? മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികളിൽ മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാനല്ലേ ആ തർക്കം ഈ സമുദായത്തെ ഭരിച്ചിട്ടത്? മക്കയിലും മദീനയിലും ഇന്നും 20 റക്അത്ത് തറാവീഹ് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, വിവരക്കേട് മാനദണ്ഡമാക്കി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഒരുങ്ങിയ പുത്തനാശയക്കാർ, അത് റാഫിലത്ത് മുതൽക്ക് ഖവാരിജ് മുതൽക്ക് മുഅ്തസിലത്ത് മുതൽക്ക് ശൈഇയ്യത്ത് മുതൽക്ക് എല്ലാ ആശയക്കാരും മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ഒരു മൗലവി മരണപ്പെട്ടുപോയി. കൊട്ടപ്പുറം സംവാദത്തിലുമൊക്കെ കൊട്ടമുട്ടിയ മൗലവി എല്ലാവർക്കും അറിയാം. മലയാളവും അറിയില്ല, അറബി അറിയില്ല. കാരണം പ്രാകൂട്ടണം അർത്ഥന പ്രാർത്ഥന എന്ന് ശൈഖുന ഖമറുൽ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, പ്രാർത്ഥന എന്നതിനെ സംബന്ധിച്ച് ശബ്ദധാരാവലി വെച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മല കൂട്ടണം ദ്വാരം, മലദ്വാരം. അയാൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, മലയും ദ്വാരവും തമ്മിലും. ആ സാധുവിന് അത് പറഞ്ഞൂടാ. അതിന്റെ ഇടയ്ക്കൊരു മീമുണ്ട് എന്നുള്ള അയാൾക്ക് മനസ്സിലായില്ല. ഒരു സുക്കൂനായ മീമുണ്ട്. ആ സുക്കൂനായ മീമും ദ്വാരവും കൂട്ടിയപ്പോ മീമ് സാക്കിത്തായി പോയതാ. അതാണ് രണ്ടാമത് പറഞ്ഞ വാചകം. മലയും ദ്വാരവും കൂട്ടിയതല്ല. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഹൽഫും സാക്കിത്തൊക്കെ മനസ്സിലാണെങ്കിൽ വ്യാകരണം പഠിക്കണം. നഹ്വ് സർവ്വം ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. അത് മലയാളത്തിലും പഠിച്ചില്ല, അറബിയിലും പഠിച്ചില്ല. അയാളാണ് ഏറ്റവും വലിയ ടോപ്പ് നേതാവ്. അയാളാണ് ഈ അടുത്ത് മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം എഴുതിയത് സുന്നികളൊക്കെ ഫുൾ ടൈം മുസ്ലിം, അബൂജഹല് പാർട്ട് ടൈം മുസ്ലിം. അതെന്താ കാരണം? സുബ്ഹാന ജലാൽ. മുശ്രിക്കാകൽ എന്തുകൊണ്ടാ? മുശ്രിക്കുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മുശ്രിക്ക് എന്ന വാക്കിന്റെ അർത്ഥം ബഹുദൈവ വിശ്വാസി. ബഹുദൈവ വിശ്വാസി അല്ലാത്ത ഒരാളെങ്ങനെ മുശ്രിക്കാകല്? അവരെന്നെ ഇറക്കിയ അമാനി മുതൽ എഴുതിയ ഖുർആൻ പരിഭാഷയിൽ ശിർക്ക് എന്നതിന് അർത്ഥം വെച്ച് എന്നാൽ ബഹുദൈവ വിശ്വാസം എന്നാണ്. ആ മുശ്രിക്ക് തന്നെ ബഹുദൈവ വിശ്വാസി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർ എങ്ങനെ ബഹുദൈവ വിശ്വാസിയാകാം? ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന പിന്നെ എങ്ങനെ ബഹുദൈവ വിശ്വാസിയാകാം? അപ്പൊ അതും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അയാൾ പറയാണ്, അദ്ദേഹം വാദിക്കുകയാണ്, അബൂജഹലിനെ പോലത്തെ ഒറിജിനൽ മുശ്രിക്കീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅലുലില്ലാഹി ശുറക്കാ, അള്ളാഹുവിന് ശരീക്കന്മാരുണ്ടെന്ന് അവർ വാദിച്ചിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അർഹമുർ റഹീമായ റബ്ബ് വ്യക്തമായിട്ട് അവരെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ ആരാ പറയേണ്ടത്? ഇനി അള്ളാഹിനെ വിശ്വാസമില്ലെങ്കിൽ അബൂജഹലിനെ വിശ്വസിക്കണ്ടേ? അബൂജഹൽ തന്നെ പറഞ്ഞത് എന്താ? ഇല്ലാ ശരീക്കൻ ലക ഹുവൽ ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക. നിനക്ക് ഒരു സൈസ് ശരീക്ക് ഉണ്ട് എന്നാണ്, തീരെ ഇല്ല. ലാ ശരീക ലക എന്നല്ല, ഒരു സൈസ് ശരീക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അല്ലാഹു തആല എന്തേ ഇപ്പൊ കാണാത്തത്? നിങ്ങളുടെ ശുറക്കായിനെ എന്താണ് കാണാത്തത് എന്ന് ചോദിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഖിയാമത്ത് നാളിൽ. മാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക്കാ. നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ വാദിച്ച ആ പങ്കുകാരെ എന്തുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല എന്ന് മുശ്രിക്കുകളോട് ചോദിക്കൂ എന്നല്ല പറഞ്ഞില്ലേ? അപ്പൊ അല്ല പറഞ്ഞു, അബൂജഹലും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അല്ല പറഞ്ഞു അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ല പറഞ്ഞു വിശ്വസിക്കാതെ പിന്നെ ഒരാൾ ശൂന്യാണോ? അബൂജഹൽ പറഞ്ഞെങ്കിലും വിശ്വസിക്കണ്ടേ? അതും വിശ്വസിച്ചില്ല. എന്നിട്ട് അബൂജഹല് പാർട്ട് ടൈം മുശ്രിക്ക്. കാരണം കടലിൽ നിന്ന് അള്ളാഹിനെ വിളിക്കുകയാണ്. കടലിൽ നിന്ന് അള്ളാഹിനെ വിളിച്ചാൽ അവിടുത്തെ മുസ്ലിമാവോ മൂമിനാവോ? ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ എന്താ വേണ്ടത്? കടലിൽ നിന്ന് അള്ളാഹിനെ വിളിക്കുക. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു മുശ്രിക്ക് മുസ്ലിം ആകണമെങ്കിൽ എന്താ വേണ്ടത്? കടലിൽ നിന്ന് അള്ളാഹിനെ വിളിക്കുക. എന്നാ ഒരാൾ മുശ്രിക്ക് മൂമിനാവോ? അല്ലല്ലോ. മറിച്ച് ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ച് പ്രഖ്യാപിച്ചാലേ മുശ്രിക്ക് മൂമിനാവുള്ളൂ, മുസ്ലിമാവുള്ളൂ, മുവഹിദാവുള്ളൂ. അത് അബൂജഹൽ ചെയ്തിരുന്നോ? ഇല്ല.
അതിൽ യാതൊരു സംശയമില്ല, ചെയ്തില്ല എന്നുള്ളത്. എന്നിട്ട് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കാത്ത അബൂജഹൽ പാർട്ട് ടൈം മുശ്രിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച് പ്രഖ്യാപിച്ച് സുബ്ഹാനല്ലാഹ് പലപ്പോഴും 70,000 ഒന്നായിട്ട് ഒറ്റ ഇരിപ്പിച്ചെല്ലുന്ന മുഅ്മിനീങ്ങള് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചത് കൊണ്ട് പാർട്ട് ടൈം മുശ്രിക്ക് എന്ന് പറഞ്ഞു. ആ മൗലവി ഈ അടുത്ത് മരണപ്പെട്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് എന്നതിൽ ഒരു മുസ്ലിമിന് തർക്കമുണ്ടാവും. കാരണം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഖാളി ഇയാദ് റളിയല്ലാഹു സിഫയിൽ ഉദ്ധരിച്ചില്ലേ, അസ്തഖ്ബിലുൽ ഖിബ്ലത അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണോ അല്ല അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞു നിൽക്കണോ എന്ന് അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണർ ചോദിച്ചപ്പോ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ മറുപടി ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക യൗമൽ ഖിയാമ. നിങ്ങളുടെ ബാപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് നിങ്ങളടക്കം മുഴുവൻ ആളുകൾക്കും ഖിയാമത്ത് നാളിൽ വസീലയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ എന്തിന് മുഖം തിരിക്കണം? അതിനാൽ നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തന്നെ മുന്നിടുക. എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടുക എന്ന് പറഞ്ഞ് മാലിക് ഇമാം റളിയല്ലാഹു നിർത്തുന്നില്ല. وقد قال تعالى ولو انهم اذ ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما എന്ന ആയത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടാൻ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായ ശാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഗുരുവര്യരായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഖാളി ഇയാദ് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങളും എന്തിനധികം പറയണം, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഗുരുവര്യരായ ഇബ്നു അബീ സൈദ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടി വിവരം പറഞ്ഞപ്പോൾ അതിന് പൂർണ്ണമായി അംഗീകാരം കൊടുത്ത സംഭവം ഇമാം ഇബ്നു അബീ സൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ പരമ്പരയോടെ. അങ്ങനെ സഹാബത്ത് മുതൽക്ക് സർവ്വ അയിമ്മത്തും ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടിയതിനാൽ അവർ ഫുൾ ടൈം മുശ്രിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഴുവൻ ആലിമീങ്ങളെയും മുഴുവൻ ഇമാമീങ്ങളെയും മുഴുവൻ സയ്യിദന്മാരെയും നിങ്ങൾക്കറിയാം. ഞാൻ SYS ഒരു വലിയ പ്രവർത്തകനാണ്. SYS എന്ന സംഘടന, അതിന്റെ മുൻ പ്രസിഡന്റുമാരുടെ പേര് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർഖദ, പാണക്കാട് പൂക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദ, EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അങ്ങനെ തുടങ്ങിയ മഹാന്മാരാണ് വിട്ടുപിരിഞ്ഞു പോയവർ. അവരെല്ലാം ഫുൾ ടൈം മുശ്രിക്ക്. അവരുടെ മുൻഗാമികളായ ഇമാമിയങ്ങളും മുഴുവനും ഫുൾ ടൈം മുശ്രിക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് ഫുൾ ടൈം മുശ്രിക്ക്, അബൂജഹൽ പാർട്ട് ടൈം മുശ്രിക്ക് എന്ന് പറയുന്ന ഒരു മൗലവിയേക്കാൾ ഈ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ വേറെ ആരാണ്? മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഇവിടെ രൂപീകൃതമായ പുത്തനാശയങ്ങൾ, അത് ഖവാരിജാകട്ടെ, റാഫിദത്താകട്ടെ, ശൈയത്താകട്ടെ, ഏത് കക്ഷികളാണെങ്കിൽ ആ കക്ഷികളുടെ ശല്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമാൾ രാജാവിന്റെ കാലം മുതൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വന്ന് സുശക്തമായി സംശുദ്ധമായി ഇസ്ലാം ദീൻ നിറഞ്ഞു നിന്ന ഒരു പ്രദേശമാണ്. ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പുതിയ ആശയങ്ങൾ ഇറക്കുമതി ചെയ്ത്
പ്രവർത്തിക്കാൻ വക്കം മൗലവിയും ഇ കെ മൗലവിയും കെ എം മൗലവിയും ഒക്കെ പരിശ്രമരംഗത്ത് വന്നു. നിങ്ങൾ ചിന്തിക്കണം, അവരുടെ തലയെക്കെട്ടിന് ഒരു വലിപ്പക്കുറവുണ്ടായിരുന്നില്ല, അവരുടെ താടിക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. മുജാഹിദീങ്ങൾ പിന്നെ ഒരു വിഷയത്തിൽ കൂടുതൽ അതപ്പതിച്ചിട്ടില്ല. അതെന്താണ്? ഞാൻ അവരെ മധു പറഞ്ഞു ആരും വിചാരിക്കണ്ട. അവരുടെ വലിയ താടിയുള്ള നേതാക്കന്മാര് ഇങ്ങനെ ഫ്ലക്സ് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ ഫ്ലക്സ് എങ്ങാനും അവർ രംഗത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കെ എം മൗലവിയുടെ താടിയൊക്കെ എത്ര നീളമുള്ള താടിയാണെന്നറിയോ, എത്ര വലിയ തലയെക്കെട്ടാണെന്നറിയോ. തലയെക്കെട്ടിനും താടിക്കൊന്നും അവർക്കൊരു കുറവുണ്ടായിരുന്നില്ല. ഫിഖഹിന്റെ കിതാബുകൾ അവർ പറയാതിരുന്നില്ല, തസൗഫിന്റെ ഗ്രന്ഥങ്ങൾ അവർ ഉദ്ധരിക്കാതിരുന്നിട്ടില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. കെ മൗലവിയുടെ അൽ വിലായത്തുൽ കറാമ വായിച്ചു നോക്കൂ. അത് പ്രസിദ്ധീകരിച്ചത് കേരള ജമിയത്തുൽ ഉലമയാണ്. കേരള ജമിയത്തുൽ ഉലമ ഇന്നത്തെ മുജാഹിദിന്റെ പണ്ഡിത സംഘടനയാണ്. ആ കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമയിൽ കെ എം മൗലവി എത്ര കറാമത്തുകളാണ് പറഞ്ഞത്. മറിഞ്ഞ കാര്യം അറിഞ്ഞത് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ബുഖാരിയിൽ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ലേ? അതുപോലെ അൽ ഗൗസ്, അൽ ഖുതുബ് എന്ന് പേരുള്ള മഹാന്മാർ കുൻ ഒരു സംഗതി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അപ്പോഴതുണ്ടാകും എന്ന് കെ എം മൗലവി മുജാഹിദ് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ആദ്യമായി കേട്ടത് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിലാണ്. പിന്നീടാണ് ഞാൻ അൽ വിലായത്തുൽ കറാമ സംഘടിപ്പിച്ചത്. ഇപ്പോഴത് ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഗൗസ്, ഖുതുബ് എന്നൊക്കെ പേരുള്ള മഹാന്മാർ തംകീനിന്റെ മർത്തബയുള്ള മഹാന്മാരായാൽ അവർ കുൻ എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും എന്നാണ്. എന്നുടേകൾ ഉടയവൻ തന്റേകൾ ആകുന്നു ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ എന്ന് മുഹൈദ്ദീൻ ശൈഖ് അല്ലാഹു പറഞ്ഞത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് അൽ വിലായത്തുൽ കറാമയിൽ. പക്ഷേ അവർ പല വിഷയത്തിലും സുന്നികളായി തന്നെ നിന്നു. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയം മെല്ലെ മെല്ലെ തുടങ്ങി അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെയാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ ശ്രമിച്ചത്. ആദ്യം തന്നെ വന്നിട്ട് അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്നവർ ആദ്യം പറഞ്ഞിട്ടില്ല. ആദ്യം തന്നെ വന്നിട്ട് ഖുതുബ മലയാളമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം തന്നെ ഇറങ്ങിയിട്ട് തറാവീഹിന്റെ എണ്ണം ചുരുക്കണമെന്ന് പറഞ്ഞില്ല. ആദ്യം മെല്ലെ മെല്ലെ മങ്കൂസ് മൗലിദിനേക്കാൾ നല്ലത് ബർസഞ്ചിയാണ് എന്ന് പറഞ്ഞു. ഇനി ആ തുടക്കം തീരെ മൗലിദ് പറ്റൂല എന്ന് ആദ്യം പറഞ്ഞില്ല. മൗലിദ് ഓതുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ കൂടി കൊച്ചി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാ തുടക്കം. അങ്ങനെ മെല്ലെ 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 കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട്, ഇവിടുത്തെ സേരമ കുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഭാഗത്തിലും എത്തിച്ചത്. ആദ്യം തന്നെ മുഴുവൻ വിഷയങ്ങളും തുറന്നു പറഞ്ഞിട്ടല്ല. അങ്ങനെ ആ മൗലവിമാർ തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമ്മുടെ ദീർഘദൃഷ്ടികളായ സൂഫിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും തഖ്വയുള്ളവരും നിസ്വാർത്ഥരും ആയിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഇത് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ഏർപ്പാടാണെന്ന് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അവരെ പ്രതിരോധിക്കാൻ ഒരു പണ്ഡിത സഭ രൂപീകരിക്കുകയും ചെയ്തു. ആ പണ്ഡിത സഭയാണ് 1925 കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ കെ പി മുഹമ്മദ് മീരാൻ മുസ്ലിയാർ അവർ പ്രസിഡന്റായി. തുടക്കം കുറിച്ച് 1926 വിപുലീകരിച്ച് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി ഉണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1934 നവംബർ 14 രജിസ്റ്റർ ചെയ്തു. കമ്മിറ്റി ഉണ്ടാക്കി കുറെ കാലം കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ ഭരണഘടനയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ അനുസരിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളെ നിയമാനുസൃതം പ്രമാണബദ്ധമായി നിരാകരിക്കാനും അവരെ എതിർത്ത് ആശയപരമായി തോൽപ്പിക്കാനും സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താനും
അതിന്റെ പുറമെ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകാനും അങ്ങനെ ആവശ്യമായ വിഷയങ്ങളെല്ലാം നടത്താനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു മുന്നോട്ട് നീങ്ങി. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദർശരംഗത്ത് ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്നെയുള്ള ഒരു പണ്ഡിതൻ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കെ ദിക്ർ ചൊല്ലുന്നത് നന്നല്ല എന്ന് വാദിച്ചു. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അറിയാം. മുജാഹിദികൾ സാധാരണ എടുത്തു ധരിക്കും അദ്കാറിന്റെ ഇബാറത്ത്. പക്ഷേ അതിന്റെ തലവാചകം വായിക്കൂല. അതിന്റെ തലവാചകം എന്താണ്? മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ അധ്യായം കൊടുത്തത്. ഇവിടെ സഖാഫികളോട് അലിമികളോടുള്ള ക്ലാസ് ആണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തുപോയി കേൾക്കുന്നതാണ്. അല്ലേ? കേൾക്കും, സാധാരണക്കാർക്ക് കേൾക്കും. അപ്പൊ അങ്ങനെയാണോ? വീട്ടിൽ നിന്ന് സ്വകാര്യം പറഞ്ഞാൽ തന്നെ ജപ്പാനിൽ കേൾക്കും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് വെറും അറബി മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അധ്യായം തന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ എന്ത് ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം. ചൊല്ലണ്ടെന്നല്ല, എന്ത് ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം. അത് ചൊല്ലണമെന്നൊരു തർക്കമില്ല. പിന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ജനാസ കൊണ്ടുപോകുമ്പോൾ സുക്കൂത്താണ് അഫ്ളല് എന്ന് സലഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സുക്കൂത്തിന്റെ അർത്ഥം ഒന്നും മിണ്ടണ്ടാണ് അല്ല, മറിച്ച് അമിതമായി ശബ്ദമുയർത്തണ്ടാണ്. അപ്പൊ അമിതമായി ശബ്ദമുയർത്തണ്ടാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ അദ്കാർ മുജൈരിമി കണ്ടിട്ടില്ലേ? ആ അദ്കാർ നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ അദ്കാർ കണ്ടിട്ടുണ്ട്. ആ കണ്ട പണ്ഡിതന്മാര് തന്നെ പറഞ്ഞു, ഒരൽപ്പം ഉറക്കെ തന്നെ ജഹ്റായി തന്നെ ദിക്ർ ചൊല്ലി കൊണ്ടുപോകുന്ന പതിവുള്ള പ്രദേശത്ത് അവിടെ നമ്മൾ പതുക്കെ ചൊല്ലിയാൽ ചൊല്ലുന്നുണ്ടെന്ന് ആരും അറിയില്ല. ചിലപ്പോ ഇത് മൂമിനായ മനുഷ്യന്റെ മയ്യിത്താണോ എന്നും അറിയില്ല. ഈ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒരു അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയാണ് എന്ന് തോന്നിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറക്ക മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ചൊല്ലണം. വലൗ ഖീല ബിവുജൂബിഹി ലം യബൂദ്, മയ്യത്തിനെ ഇൻസൾട്ടാക്കൽ വന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉറക്കച്ചൊല്ലൽ വുജൂബാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ കുഴപ്പമൊന്നും വരില്ല. അത് അങ്ങനെയാണ്. ഇഖ്തിലാഫുൽ അഹ്വാൽ കൊണ്ട് ഇഖ്തിലാഫുൽ അഹ്കാം ഉണ്ടാവും. അത് പഠിച്ചവരാണ് ഇമാമിങ്ങൾ. ആ ഉസൂൽ വെച്ചുകൊണ്ട് അവർ പറയാണ് വലൗ ഖീല ബിവുജൂബിഹി ലം യബൂദ്. പക്ഷേ മയ്യിത്തുണ്ടോമും ഓർക്ക ദിക്റിയല്ലെന്ന് ഒരു പണ്ഡിതനൊക്കെ പറഞ്ഞു. നമ്മളെ സമസ്തന്റെ ആലിമീങ്ങൾ വിട്ടോ? വലിയ ആലിമ പറഞ്ഞ ആൾ ചില്ലർ കാരണമൊന്നല്ല, മറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ സമസ്തയിൽ ചർച്ച ചെയ്തു, വിശദമായി ചർച്ച ചെയ്ത് അത് ഉറക്ക തന്നെയാണ് വേണ്ടത് എന്ന് സമ്മതിപ്പിച്ചു. എന്നിട്ടേ സമസ്തയിൽ മുന്നോട്ട് പോകാൻ സമ്മതിച്ചിട്ടുള്ളൂ. സമസ്തയുടെ സ്മരണി വായിച്ചു ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് സമസ്ത കേരള ജമിയത്തുൽമയുടെ ചരിത്രം. അവിടെ പിന്നെ കുറച്ചങ്ങ് പതുക്കിയായി പോയാൽ എന്താ എന്നല്ല ചിന്തിച്ചത്, മറിച്ച് മുൻകാലത്ത് നമ്മുടെ നാടുകളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്താണോ അത് അതേ നിലക്ക് നടപ്പാക്കി കൊണ്ടുപോകണം. എങ്കിലേ സുന്നത്ത് ജമാഅത്ത് മുന്നോട്ട് പോവുകയുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പൂർവ്വകാലത്ത് നടന്നു വരുന്ന അതേ നിലക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അവരൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽമ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. ജനങ്ങൾക്ക് പണ്ഡിതോചിതമായ വിഷയങ്ങൾ പണ്ഡിത സഭ പറഞ്ഞുകൊടുക്കുന്നു.
ആലിമീങ്ങൾ ഫത്വ നൽകുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വൈജ്ഞാനിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്ത് ഉലമ നടത്തി. അതേസമയത്ത് ബഹുജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തി ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്ത് മുന്നേറാൻ സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിച്ച് അതിന് അംഗീകാരം കൊടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുജന പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു. വിദ്യാർത്ഥികൾ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ കലാലയങ്ങളിൽ വെച്ച് വഴി തിരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരെ മതവിദ്യാർത്ഥികളുമായി കൂട്ടിക്കലർത്തി അവരെ സംസ്കാരമുള്ളവരും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നല്ല ഉറപ്പുള്ളവരുമാക്കി വളർത്തിയെടുക്കാൻ SSF-ന് രൂപം കൊടുത്തു. അതിന്റെയും താഴെ പിന്നീട് SBS-ന് രൂപം കൊടുത്തു. അതിന്റെ പ്രവർത്തനങ്ങൾ സുശക്തമായി നടത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ദീനീ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ, അല്ലാഹു നമ്മുടെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾക്ക്, പള്ളികളിൽ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് നല്ല ത്യാഗ മനസ്ഥിതികൾ കൊടുക്കുമാറാകട്ടെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം കാരണമുണ്ട്. ഇപ്പൊ മൂലമാരൊന്നും പള്ളിയിൽ നിൽക്കാൻ കിട്ടുന്നില്ല. പള്ളി ഉണ്ടാക്കിയ മൂലമാർ കിട്ടാതെ കുടുങ്ങിപ്പോകും. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. കാരണം പള്ളിയിലെ സേവനം ഏറ്റെടുക്കാൻ ആരും തയ്യാറില്ല. ഇന്ന് രാവിലെ ഞാൻ സഹീഹുൽ ബുഖാരി കുട്ടികൾക്ക് ഓതിക്കൊടുക്കുമ്പോ സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് എല്ലാവർക്കും അറിയാം. ഒരാൾ പള്ളി അടിച്ചു വാരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് സഹാബികൾ പറഞ്ഞു. അവല ആദന്തു, നിങ്ങളെന്താ എന്നോടൊന്നും പറയാൻ അയാൾ മരിച്ചിട്ട്? അപ്പൊ പറഞ്ഞു, രാത്രി ആയതുകൊണ്ടോ മറ്റോ കളിക്കണം വിചാരിച്ചിട്ടായിരിക്കും, എന്തോ ആകട്ടെ. ദുല്ലൂനി അലാ ഖബരിഹി, എനിക്ക് അദ്ദേഹത്തിന്റെ ഖബർ കാണിച്ചു തരണമെന്ന് ഖബറിന്റെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് നമസ്കരിച്ചു. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഈ ഹദീസ് ഇന്ന് ഓതിക്കൊടുക്കുമ്പോ ഞാൻ മുതഅല്ലിമീങ്ങളോട് കുറെ സംസാരിച്ചു. കാരണം പള്ളിന്റെ ഖിദ്മത്ത് എടുക്കാൻ മൗലവിമാർക്ക് വലിയ മടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വലിയ ബഹുമാനമുള്ള അമലായിട്ട് പറയാ. ബുഖാരിയിൽ പ്രത്യേക അധ്യായവും കൊടുക്കുക. എന്ത്? പള്ളിയിൽ വെച്ച് ഖദാ എടുത്തു മാറ്റുന്നതിൽ പറയുന്ന അധ്യായം, അദാ എടുത്തു മാറ്റുന്നതിൽ പറയുന്ന അധ്യായം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിക്ക് ഇന്നത്തെ പോലത്തെ ഗ്രാനൈറ്റ് വെച്ച ചുമരൊന്നല്ലല്ലോ. പള്ളിന്റെ ചുമര് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മറ്റൊക്കെ ഉള്ള ചുമരായിരിക്കും. അതിന്റെ ഉള്ളിൽ കൂടി ആരോ തുപ്പുന്ന സമയത്ത് കഫം അവിടെ ആയിപ്പോയി. തുപ്പിയാളെ ശ്രദ്ധയിലേക്ക് പെട്ടിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ ചെറിയ ചരക്കല്ലെടുത്തിട്ട് സ്വന്തം കൈകൊണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ഒരാളോട് തുപ്പിപ്പോയ കഫം സ്വന്തം കൈകൊണ്ട് ചരക്കല്ലുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരന്നാണ്. കാരണം ഇത് അള്ളാന്റെ വീടാണ്, അവിടെ ഖിദ്മത്തെടുത്ത ഒരബുദാകണം ഞാൻ എന്ന ചിന്ത ആ നേതാവായ സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകാൻ. അതേ സമയത്ത് ഞാൻ വേദന പറയാണ്. ഞാനൊരു സ്ഥലത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്ന്, സുബ്ഹാനല്ലാഹ്, മിഹ്റാബിലൊന്നങ്ങ് നോക്കിപ്പോയി. മിഹ്റാബ് നിറയെ പള്ളിക്കാട്ടാണ്. പിന്നെയോ മിമ്പറിന്റെ ഉള്ളിലാണ് മൈക്കിന്റെ സാമഗ്രികളൊക്കെ ഉള്ളത്. അതിന്റെ എല്ലാ സ്ഥലത്തും ആംപ്ലിഫയർ തീർത്തും പള്ളിക്കാട്ടാണ്. എത്ര ദിവസമായി മൊയ്ലാരി തുറക്കാൻ തുടങ്ങിയിട്ട്? എത്ര ദിവസമായി മൊയ്ലാരി മിഹ്റാബിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ ഒരു നജസ്, പള്ളിയിലെ നജസ് കണ്ട അപ്പം എടുത്തു മാറ്റണമെന്ന് ഫതുൽ മുഅ്മിൻ പഠിച്ച മൊയ്ലാരല്ലേ. പക്ഷേ അത് ഞാൻ എടുത്തു മാറ്റിയ ഞാനൊരു ചാണ് പോകില്ല എന്നൊരു ധാരണ മൊയ്ലാരെ മനസ്സിലായത് കൊണ്ടോ അല്ലെ ഹാവുലായിട്ട് ഒഫലാനായി പോയതോ എന്ന് എനിക്കറിയില്ല. ഞാൻ സംഗതി പറയട്ടെ, പള്ളിക്ക് ഖിദ്മത്തെടുക്കണം എന്ന ചിന്ത പണ്ഡിതന്മാർക്കുണ്ടാകണം. പള്ളിയിലെ പണിക്ക് കഴിയൂലാന്ന്, കാരണം കെട്ടി നിൽക്കേണ്ടി വരുമെന്ന്.
പക്ഷെ എവിടെയും നിൽക്കുന്നത് പള്ളിയിലല്ലേ. അഫ്ളലുൽ ബിഖാഅല്ലേ, ഖൈറു ബിഖാഇൽ അർളി മസാജിദുഹാ. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? അവിടെ കെട്ടി നിൽക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഭാഗ്യം. അതല്ലേ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. അവര് പള്ളിനെ ദർശനത്തുനിന്ന് വാശി പിടിച്ച എത്ര അലിമികളുണ്ട്. അത് പള്ളി തന്നെ കൂടണമെന്ന് വിചാരിച്ചിട്ട് അവരിപ്പോ നാട്ടിൽ പോലെ. അപ്പൊ അവർ കെട്ടി നിൽക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്നുള്ള ഏലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് AP ഉസ്താദ് ഒട്ടാകെ പായുന്നില്ലേ, ഓടുന്നില്ലേ, അതുപോലെ ഞാനും ഓടണ്ടേന്നാ. നമ്മൾ മരിക്കുന്നവരെ ഓടിയാൽ അങ്ങനെ ആവുമോ? ഓടേണ്ടവർ ഓടണം. ഓടേണ്ടവർ ഓടിയാൽ ഓടി പോലെ ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ പത്രം വായിച്ചൊക്കെ എല്ലാം എത്തിയും കുട്ടിയാണ്. ഈ എത്ര എത്തിയും കുട്ടികൾ വന്നിന്, എവിടുന്നല്ല ആരെല്ലാം വന്നിന്. ഇടുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരോ? കാരണം അങ്ങനെയാ പണ്ട് TT ഒക്കെ റിഫേഴ്സ് പറഞ്ഞ പോലെ ഒരുത്തൻ പിടിക്കുമ്പോൾ കരുത്തനും പിടിക്കണം. കരുത്തൻ പിടിച്ചാൽ അങ്ങനെയാ. അതേ സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തവൻ ചെയ്താലോ സുബ്ഹാനല്ലാഹ്, പിന്നെ അത് സമുദായം പേറേണ്ടി വരും. സമുദായം മൊത്തം പേറേണ്ടി വരും. അങ്ങനല്ലേ? അതിലേക്കിപ്പോ ഞാൻ കടക്കുന്നില്ല. എല്ലാ വിഷയവും അങ്ങനെയാ. സമുദായത്തിന്റെ വിഷയം പറയേണ്ടവർ പറയണം, ചെയ്യേണ്ടവര് ചെയ്യണം. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടത് ഓരോരുത്തർ ഏറ്റെടുക്കണം. അല്ലാതെ എല്ലാവരും അങ്ങനെയായ സംഗതി നടക്കുമോ? പിന്നെ എങ്ങനെ നമ്മളെ പള്ളി നടക്കുമോ? ഞാൻ പ്രത്യേകിച്ച് പറയാണ്, പള്ളികളിൽ സേവനം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നാടന്മാരായ ആളുകൾക്ക് കൃത്യമായിട്ട് ബാങ്ക് കിടക്കണം, അവർക്ക് കൃത്യമായിട്ട് ജമാഅത്ത് നടക്കണം. പള്ളിയിൽ നോക്കിയാൽ മൊയ്ലാരക്കണം. മരിക്കുന്നൊന്നും ആദ്യം ആരും പറഞ്ഞിട്ട് മരിക്കൂല. മരിച്ചോടനെ തന്നെ മൊയ്ലാർ നോക്കിയാൽ യാസീർ നോക്കാൻ മൊയ്ലാരെ കിട്ടണം. അതുപോലെ മരിച്ചവരെ എന്താ വേണ്ട നോക്കാൻ മൊയ്ലാരെ കിട്ടണം. അതിന് മൊയ്ലാർ പള്ളിയിലില്ലെങ്കിലോ മരിച്ചവരെല്ലാം എന്ത് ചെയ്യും? അതുപോലെ തന്നെ അവിടെ പള്ളിയിൽ ബാങ്കുകൾ കിടക്കും. അപ്പൊ നമ്മൾ കുറച്ച് കെട്ടി നിന്നുകൊണ്ട് തന്നെ സേവനം ചെയ്യാൻ പണ്ഡിതന്മാർ തയ്യാറാണോ എന്നേ പറയുന്നു. അത് തയ്യാറാകാതിരുന്നാലോ തയ്യാറാകുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ടാവും. അവർക്ക് ദീനുണ്ടാവൂല, സുന്നത്തിയമായിട്ട് ഉണ്ടാവൂല, തെക്കുവ ഉണ്ടാവൂല, ജനങ്ങൾ ആഹാരം രക്ഷപ്പെടണമെന്നുണ്ടാവൂല. അവർക്ക് അവിടെ ജോലി ചെയ്തിട്ട് മഹല്ല് ഞങ്ങളതാക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മഹല്ല് ഞങ്ങളതാക്കി മാറ്റാൻ എങ്ങനെ കഴിയും? അതിലൂടെ എങ്ങനെ നിക്കാഹിന്റെ പൈസ വിൽക്കാൻ കഴിയും? ഈ ചിന്തയുള്ള ആളുകളായിരിക്കും പിന്നെ നമ്മളെ പള്ളികളിലൊക്കെ കയറി വന്ന് സ്ഥാനം പിടിച്ചു പറ്റുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഈ സുന്നത്തി ജമാഅത്തിനായിരിക്കും. ഈ ഒരു ബോധം നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ മുഅല്ലിമീങ്ങൾക്കും പള്ളിയിൽ സേവനം ചെയ്യുന്നവർക്കും ത്യാഗമനസ്ഥിതി അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞിട്ട് ഇജാബത്ത് കിട്ടാൻ വേണ്ടി വരുന്നതാ. അപ്പോ ഓരോന്നിനും ഓരോ സമയമുണ്ട്. മഴ പെയ്യുന്ന കാലത്തിനാണ് ജൂൺ മാസം എന്ന് അറിയാം. ഇനിയും മഴ പെയ്യുന്നില്ല, പിന്നെ ഇപ്പൊ മഴ പെയ്യാം. അതുകൊണ്ട് മഴ അങ്ങനെ പെയ്തോട്ടെ, നമ്മളെ റൂട്ടിലേക്ക് പോയാൽ മതി. പറഞ്ഞു വന്നത്, മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ സമസ്ത കേരള ജമിയത്തിനുള്ള പ്രവർത്തനം നടത്തുമ്പോ ഓരോ മേഖലയിലും ആവശ്യമുള്ളവരെ സംഘടിപ്പിച്ചു, മുഅല്ലിമീങ്ങളെ സംഘടിപ്പിച്ചു. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് എങ്ങനെ സുന്നത്ത് ജമാഅത്ത് വളർത്തണം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ സംഘടിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മുഅല്ലിമീങ്ങളെ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചു. പക്ഷേ അന്നൊന്നും അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ മദ്രസയും പള്ളിയൊക്കെ ഉണ്ടാക്കും. അങ്ങൊന്നും കൂടുതൽ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ തന്നെ പലപ്പോഴും സംഘടനാവൽക്കരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ, അതുപോലെ മർഹൂം കന്യത്ത് ഉസ്താദ് നബറല്ലാഹു മർഖദഹു മഹാനവറുകൾ, മർഹൂം താജുൽ ഉലമാ നബറല്ലാഹു മർഖദഹു മഹാനവറുകൾ, ഇങ്ങനെയുള്ള മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഖുത്ബിത്തങ്ങൾ ദർസ് നടത്തിയ, കന്യത്ത് ഉസ്താദ് ദർസ് നടത്തിയ, ഉള്ളാളന്തങ്ങൾ ഓതിപ്പടിച്ച
വാഴക്കാട്ടെ ദാറുൽ ഉലൂം ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കയ്യിലാണ്. എന്തുകൊണ്ടത് നഷ്ടപ്പെട്ടുപോയി? സ്ഥാപനം ഉണ്ടാക്കുമ്പോ ആലിമീങ്ങളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കും. സ്ഥാപനം തുടങ്ങുമ്പോൾ തങ്ങന്മാരെ കൊണ്ടുവരും. എന്നിട്ട് ഈ സ്ഥാപനം സുന്നികളുടേതാണെന്ന് വരുത്തി തീർക്കും, നിങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കും. സംഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെ പേരിൽ അതിന്റെ ആധാരം രജിസ്റ്റർ ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി നേരത്തെ വഖഫ് ചെയ്യപ്പെട്ട കന്യത്ത് ഉസ്താദും ഉള്ളാളും തങ്ങളുമൊക്കെ ഓതിപ്പടിച്ച ശംസുൽ മാ ഖുത്ബി തങ്ങൾ നിർദ്ദേശിച്ച വാഴക്കാട്ടെ ദാറുൽ ഉലൂം ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കയ്യിലമർന്നുപോയി. കാരണം സംഘടനാവൽക്കരിച്ചില്ല സ്ഥാപനങ്ങൾ. സംഘടനാവൽക്കരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സംഘടനയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാമല്ല. ഞാൻ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് സ്ഥാപനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിലും സംഘടനയുടെ നേതാക്കളുടെ ഉപദേശമനുസരിച്ചും സംഘടനയ്ക്ക് ഇടപെടാൻ പറ്റുന്ന വിധത്തിലുമായി അതിന്റെ ആധാരങ്ങളും അതിന്റെ ഭരണഘടനകളുമൊക്കെ പൂർണ്ണമായും രജിസ്റ്റർ ഉണ്ടാകണം. അതില്ലെങ്കിൽ പിൽക്കാലത്ത് സ്ഥാപനം വളർത്തിയെടുത്തതിന് ശേഷം പിന്നെ അവനവന്റെ സാമ്രാജ്യത്തിന്റെ സ്ഥലങ്ങളായി അത് വളരുകയും ഉയരുകയും ചിലപ്പോൾ പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞു നിന്നാൽ ആ സ്ഥാപനം നമ്മൾ മുഖേന അവർക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു കേന്ദ്രവുമായി പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരാ. എല്ലാവർക്കും സ്ഥാപനം ഉണ്ടാക്കേണ്ട ഹരാണ്, അല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം റിക്കാർഡ് ശരിയാക്കണം, ആദ്യം ഭരണഘടന ശരിയാക്കണം, ആദ്യം രേഖ ശരിയാക്കണം. രേഖ ചോദിച്ചാൽ കൊടുക്കാത്ത കുറെ ആളുകളുണ്ട്. രേഖ വെച്ചാൽ അവർ കൊടുക്കൂല, കാരണം രേഖ പൊളിഞ്ഞു. അപ്പൊ പിന്നെ ഈ തട്ടിപ്പ് നടക്കൂല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ കുറെ കാലം പല തട്ടിപ്പും നടന്നുപോയി. ഇനിയും തട്ടിപ്പ് ഇടാൻ പറ്റുമോ? ഇനിയെങ്കിൽ ഒരിക്കലേ ഒരു മൂമിനെ പാമ്പ് കടിക്കുന്നാ പറഞ്ഞേ. എത്ര പ്രാവശ്യം കടിച്ച് പിന്നെയും കടിക്കല്ലേ. അതുകൊണ്ട് പറയാം, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, നമ്മൾ ആലോചിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ പിൽക്കാലത്ത് ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായി വന്നു. അപ്പോൾ സ്ഥാപനങ്ങൾ നോക്കാനും അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനും വേണ്ടി SMA എന്ന നിലക്ക് അതിനുവേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. ഇങ്ങനെ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് അതാത് സമയങ്ങളിൽ സംഘടിതമായും അല്ലാതെയും ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. സാധാരണക്കാർ സുന്നത്ത് ജമാഅത്തിൽ വ്യതിചലിച്ചു പോകാൻ പാടില്ല. അതിനുവേണ്ടി അതാത് സമയങ്ങളിൽ ഏത് വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കണോ സമസ്ത കേരള ജംഇയ്യത്തിന് ഇടപെട്ട് സംസാരിച്ചു. അതിന്റെ ഉദാഹരണമാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചുള്ള തീരുമാനം. അതിന്റെ ഉദാഹരണങ്ങളാണ് വ്യാജ തരീഖത്തുകളെ സംബന്ധിച്ചുള്ള തീരുമാനം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഉറൂസിലും നേർച്ചയിലുമുള്ള അനാചാരങ്ങളെ സംബന്ധിച്ച് വളരെ മുമ്പേ തന്നെ എടുത്ത തീരുമാനം. അങ്ങനെ എത്രയെത്ര തീരുമാനങ്ങൾ. കൂട്ടത്തിലൊന്നാണ് മുസ്ലിം സമുദായത്തിൽ ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ലാത്തൊരാശയം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാദറതിഹിം വഖത്ഇ الصحബത്തി മഅഹും വതസ്ദീദിൽ ഇൻകാരി അലൈഹിം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവരുടെ ആശയം തെറ്റാണെന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ, അവരുടെ ആശയങ്ങൾ തെറ്റാണെന്നത് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരെ ആക്ഷേപിക്കണം. വമുഹാജറതിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം. വഖത്ഇ الصحബത്തി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. പോരാ, വതസ്ദീദിൽ ഇൻകാരി അലൈഹിം, ശക്തമായി അവരെ വിമർശിക്കണം. വത്തിഫാഖ് സലഫിൽ ഉമ്മ, അതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു. അത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
ഇവിടെ എത്ര മുജാഹിദ് മൗലവിമാര് മരിച്ചിട്ടുണ്ട്. ഉമർ മൗലവി മരിച്ചു. ഉമർ മൗലവി മരിച്ചപ്പോൾ ഒരു സമസ്തയുടെയും ഔദ്യോഗിക പദവിയുള്ള ഒരു പണ്ഡിതനും ഉമർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടില്ല. കെ എം മൗലവി മരിച്ചു. കെ എം മൗലവി മരിച്ചപ്പോ കെ എം മൗലവിയുടെ വീട്ടിൽ സമസ്തയുടെ ഒരു പണ്ഡിതനും കയറിയിട്ടില്ല. അതുപോലെ ഒരു മൗലവിയും മരിച്ചപ്പോ നമ്മളെ പണ്ഡിതന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമ സലഫുൽ ഉമ്മത്ത് പഠിപ്പിച്ച ആശയത്തിലാണ്. സലഫുൽ ഉമ്മത്ത് പഠിപ്പിച്ചത് എന്താണെന്നാണ് ഇമാം ഗസാലി പറഞ്ഞത്? വഖഅതു സുഹബത്തി മഅഹും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. പുത്തൻവാദിയെ സംബന്ധിച്ച് പറഞ്ഞു, ഇവർ ഈ ഉമ്മത്തിലെ മജൂസികളാണ്, ഖദരികൾ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇദാ മരിളൂ ഫലാ തഊദൂഹും. അവർക്ക് രോഗമായാൽ നിങ്ങൾ കാണാൻ പോണ്ട. വൈദാ മാതൂ ഫലാ തസ്അദൂഹും. അവർ മരിച്ചാൽ നിങ്ങൾ അവിടെ പോകണ്ട എന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഔസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ ഉന്നത്തിലും സവായിഖുൽ മുഹരിഖൈൽ ഇബ്ൻ ഹജർ തങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും സുബ്ഹാനല്ലാഹ് രോഗികളെ സന്ദർശിക്കുന്ന വിഷയം തന്നെ പറയാൻ, അതുപോലുള്ള വിഷയങ്ങൾ പറയാൻ ഇമാം ഇബ്ൻ ഹജർ തങ്ങൾ ഒരു കിതാബ് എഴുതിയപ്പോ സാധാരണക്കാർ ഒരു മുബ്തദിഇന് രോഗമായിട്ട് ചെന്നു നോക്കിയാൽ കറാഹത്ത് എന്ന വിധിയാണെങ്കിൽ പണ്ഡിതനായ ചെന്ന് നോക്കിയാൽ ഹറാമാണെന്നാണ് വിധി എന്ന് പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻ വൈസ് പ്രസിഡന്റും സമസ്തയുടെ ആധികാരിക മുഫ്തിയുമായിരുന്ന ബഹുമാനപ്പെട്ട കോയപ്പാപ്പിന്റെ മുസ്ലിയായിരുന്നവർ അല്ലാഹു ബർക്കതഹു മഹാനവറുകൾ ഫത്വ കൊടുത്തു. സുന്നിയല്ലാത്തവർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി, സുന്നിയല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവൂലേ മയ്യിത്ത് നിസ്കരിക്കാന്, നമ്മൾ പോയി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ ഫുൾ ടൈം മുശ്രിക്കുകളല്ലേ? ഈ ഫുൾ ടൈം മുശ്രിക്ക് ഇവർക്ക് നിസ്കരിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് നമ്മളവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർക്ക് ഫർള് ഗീഫ വീടാണ്ടായി പോകുന്ന പേടിയാണ്. ഫർള് ഗീഫ വീടാണ്ടായി പോവോ? അവരെ ഭാഷയിൽ മുത്തജി നിസ്കരിച്ചാൽ പോരെ? ഒരു മുത്തജി മരിക്കുമ്പോൾ മുത്തജി നിസ്കരിക്കാൻ ഉണ്ടാവൂലേ? പിന്നെ ഞാൻ സുന്നിയോട് പോയി നിസ്കരിക്കുന്നു ഫർള് ഗീഫ വീടാൻ. അപ്പൊ ഫർള് ഗീഫ വീടാൻ വേണ്ടി നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ പോകുന്നത്? അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനോ അംഗീകാരം കൊടുക്കാനോ? മുബത്തദീൻ അംഗീകാരം കൊടുക്കുന്നത് ഹറാമല്ലേ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അംഗീകാരം കൊടുത്താൽ സാധാരണക്കാർ അംഗീകാരം കൊടുക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് മുബത്തദിയായ വ്യക്തിയുടെ നിസ്കാരം സഹീഹാണെങ്കിൽ തന്നെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം നിസ്കാരത്തിന് നിയ്യത്ത് വേണ്ടാന്നാണ് പല പുത്തൻ നാസ്തികളാണ് പറയുന്നത്. നിയ്യത്തില്ലാണ്ട് നിസ്കാരം സഹിയാവോ? പിന്നെ ഇങ്ങനെ തുറന്നു കരിക്കല്? അവ തുറന്നു കരിക്കാൻ തന്നെ പറ്റൂല എന്നാണ് ശരി. ഇനി അഥവാ സഹീഹായ നിസ്കാരമാണ് ഒരു മുബത്തദിന്റെ നിസ്കാരമെങ്കിൽ തന്നെ സാധാരണക്കാർക്ക് കറാഹത്താവുമ്പോ പണ്ഡിതന്മാർക്ക് ഹറാമാണെന്ന് എന്തിനാ പണ്ഡിതന്മാർ പറഞ്ഞത്? പണ്ഡിതന്മാർ പോയാൽ അംഗീകാരമാകും. അപ്പൊ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി മാറി നിൽക്കൽ വുജൂബാണ്, ഫർള് ഐനാണ്. ഇല്ലെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കൂല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി, ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി സുശക്തമായി ജനങ്ങളെ പഠിപ്പിച്ചു. എത്ര പ്രമേയങ്ങൾ, എത്ര ഫത്വകൾ, എത്ര ആഹ്വാനങ്ങൾ, എത്ര പ്രസംഗങ്ങൾ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു ബന്ധവും പാടില്ല. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നീങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വിവാദം ഉണ്ടായി. ചരിത്രം കുറച്ച് പറയണല്ലോ. ഒരു വിവാദം ഉണ്ടായി. വിവാദം ഉണ്ടാകുന്നതിന് മുമ്പൊരു വിവാദം ഉണ്ടായി, അങ്ങനെ പറയാം. എന്താ വിവാദം? കൊട്ടപ്പുറം സംവാദം നടന്നു. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ.എസ്. മുസ്ലിയാരുടെ വേർപാടിന് ശേഷമുള്ള വലിയ സംവാദം. അതിൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് തിളങ്ങിയ ചീത്ത പറഞ്ഞിട്ട് തിളങ്ങിയതല്ല, തെറി പറഞ്ഞിട്ട് തിളങ്ങിയതല്ല. ഉസ്താദ് ചീത്ത പറയലില്ല, തെറി പറയലില്ല, പിന്നെ ഇൻസൾട്ടാക്കാനില്ല, പിന്നെ കാര്യം പറയല. ഒരേ ചിരിച്ചോണ്ടാ പറയാ. അത് കേൾക്കുമ്പോ വല്ലാത്ത ഇറങ്ങാറുണ്ടാവും. അങ്ങനെ ചിരിച്ചുകൊണ്ട് സംവാദം നടത്തി. ചൂടായിട്ടൊന്നുമില്ല.
നല്ല ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംവാദം. ആ സംവാദത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ചോദ്യത്തിന് മറുപടി പറയാൻ ഇപ്പൊ അടുത്ത് ജീവൻ പോയ മൗലവിക്ക് സാധിച്ചില്ല. ശിർക്കിന്റെ ധൈര്യം ചോദിച്ചു, അതുപോലെ പലതും ചോദിച്ചു, മറുപടി കിട്ടിയില്ല. സംവാദത്തിൽ ഉസ്താദ് തിളങ്ങിയപ്പോ ഒരു രോഗം ചിലർക്കൊക്കെ ഉണ്ടായി, ഉള്ള പോലെ പറയാം. ആ രോഗം ചികിത്സയില്ലാത്ത രോഗമാണ്. അതിന്റെ പേര് ഹസദ് എന്നാണ്. ആ രോഗം പൂർവ്വകാലത്തും പണ്ഡിതന്മാരെ പിടികൂടിയ ഒരു രോഗമാണ്. ശാഫി ഇമാം റളിയല്ലാഹുവിനെതിരെ ധാരാളം അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. ഒരു ശാഫി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അതിന് നിമിത്തമായത് അസൂയക്കാരാണ്. അതിന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ വളർച്ചയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അസൂയക്കാരുണ്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബാങ്ക് വിളി നടത്തുകയാണ്. ഉടനെ തന്നെ ലൈവ് തിരിച്ചെത്തും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. വളരെ നല്ല, നമുക്ക് ആവശ്യമായ പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ലൈവായിട്ട് പറഞ്ഞു തരികയാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ എത്താത്ത പലരും, അതല്ലെങ്കിൽ അറിയാത്ത പലരും ക്ലാസ് റൂമിൽ എത്താതെയുണ്ട്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊക്കെ ഈ ഒരു നല്ലൊരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. സൗണ്ട് കുറവുണ്ടോ? കേൾക്കുന്നില്ല? എല്ലാവരും കേളില്ലേ? ഓക്കെ. അപ്പോ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വളരെ സന്ദർഭോചിതമായി ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് കേൾക്കാനുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല നിലയിൽ പരിപാടികൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കടുത്ത മഴയും ചില കാലാവസ്ഥാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നിലയിൽ തന്നെ ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കും. നമ്മൾ ഇവിടെ ഇപ്പൊ സഖാഫി ബിരുദത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇറങ്ങുന്നവരും അങ്ങനെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളും ഉണ്ടാവും. അപ്പൊ കുറച്ച് മുത്തഅല്ലിമീങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി അങ്ങ് നിന്നാൽ അവർക്ക് നനയാതെ സുരക്ഷിതമായിട്ട് മുത്തഅല്ലിമീങ്ങൾക്ക് പരിപാടി കാണും. ദൂരെ നിന്ന് വന്ന സഖാഫികൾക്ക് കസേരയിലിരിക്കാനുള്ള സൗകര്യം കിട്ടും. കാരണം അവർ പ്രത്യേകിച്ച് വളരെ ദൂരെ നിന്ന് വന്നവരല്ലേ, നമ്മളിവിടെ തന്നെ ഉണ്ടാകുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സഹായം മുത്തഅല്ലിമീങ്ങൾ കുറേ അങ്ങോട്ട് മേലെ കയറിയിട്ട് നിന്നാൽ ബാക്കിയുള്ള സഖാഫികൾക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ ചാൻസ് കൊടുത്താൽ അത് ഒരു സേവന. പിന്നൊരു കാര്യം, ഞാനിങ്ങനെ വരുമ്പോ അവിടെ രണ്ടാൾ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ നോക്കുമ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ അവിടെ പോയി എന്റെ പേരെഴുതി, എന്നിട്ട് ഞാനവിടെ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അവർ പോരുന്ന സമയത്ത് പറഞ്ഞ് ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉജൂബൊന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബക്കറ്റ് വെച്ചാൽ അതിന്റെ അർത്ഥം ഉജൂബില്ല എന്നാണ്. സംഭാവന കൊടുക്കുന്നവർക്ക് കൊടുക്കാത്തവർ കൊടുക്കണ്ടെന്നാണ്. രജിസ്റ്റർ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് വന്ന ആളുകളെ പേര് കിട്ടുള്ളൂ. അല്ല പിന്നെ വന്ന ആളും വരാത്ത ആളും കുല്ലു സ്വഭാവല്ലേ. അതുകൊണ്ട് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി അറിയിക്കാണ്. അതിപ്പോ പോകണമെന്നില്ല, നിങ്ങൾ പോകുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ മുത്തഅല്ലിമീങ്ങൾ കുറച്ച് മേലോട്ടങ്ങ് കയറുക. അങ്ങനെ കയറിയിട്ട് അവിടെ നല്ല സുഖമായിട്ട് അതിന്റെ മുകളിൽ അല്ല ബേക്കിൽ നിൽക്കുക മുത്തഅല്ലിമീങ്ങൾ കയറി അവിടെ നിന്നാൽ സഖാഫികൾക്ക് നിൽക്കാൻ കൂടുതൽ സൗകര്യം കിട്ടും. ഞാൻ പറഞ്ഞ വിഷയം വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിരുന്നോളൂ.
അങ്ങനെ വിവാദങ്ങളുണ്ടായി. ഒന്നാമത്തെ വിവാദം, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് സാമ്പത്തികമായി ഒരു പള്ളിയുടെ പണം മുക്കി എന്ന് പറഞ്ഞാണ് വിവാദം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി. അതിന്റെ കൂടെ ഒന്നും കൂടി പറയാൻ ഞാൻ മറന്നുപോയി. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കസേര, മധ്യത്തിൽ കസേര ഒഴിവില്ലാതിരിക്കാനേ എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. ഇങ്ങോട്ട് ആ സൈഡിലുള്ളവർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കസേര ബാക്കിയുള്ള അതിമേലിരിക്കുക. അങ്ങനെ ഓരോരുത്തരോ കസേര ഒറ്റ ഇപ്പുറം ഇല്ലാന്ന് തോന്നിയാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ഇരിക്കുക. ഒറ്റ കസേരയും ബാക്കിയുള്ളത്, അവിടെ ഒരു കസേര ബാക്കി. അങ്ങനെ ഒന്നും ഇങ്ങോട്ട് അല്ല കുഴപ്പമുള്ളതാ, എന്നാ വേണ്ട. എന്നാലേ കസേര കൊണ്ട് പോകാറുണ്ടല്ലേ, മധ്യത്തിൽ കുറെ കസേര ഒഴിവാക്കി ഇറങ്ങിപ്പോയ ആളുകൾക്ക് പകരാതെ ഇരിക്കണം. മഴ പെയ്യാണെങ്കിൽ അടുത്തിരിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ചൂടുണ്ടാവില്ലല്ലോ. അങ്ങനെ മഹാനായ ഉസ്താദവരുകളെ അവരോട് അസൂയയുള്ള ചിലർ ആരോപണമുന്നയിച്ച് തളർത്തിക്കളയാം എന്ന നിലക്ക് ആരോപണമുന്നയിച്ചു. പക്ഷേ അത് നെഞ്ഞൂക്കോടുകൂടി ഉസ്താദവരുകൾ നേരിട്ടു. നിങ്ങൾ ഓർക്കണം, ഉസ്താദവരുകളോട് അസൂയ ഉണ്ടാകാനുള്ള ഒരു നിമിത്തം ഉസ്താദവരുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ തിളങ്ങി നിന്നു എന്നതാണ്. പാണ്ഡിത്യത്തിൽ അല്പവും കുറവുണ്ടായില്ല, സമ്പാദങ്ങളിൽ തിളങ്ങി നിന്നു. സാധാരണക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല കഴിവും അല്ലാഹു തആല ഉസ്താദവരുകൾക്ക് നൽകി. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാനുള്ള പ്രത്യേകമായ കഴിവും അല്ലാഹു നൽകി. അങ്ങനെ പലതും അല്ലാഹു തആല നൽകിയപ്പോ അസൂയയുള്ളവർക്ക് അസൂയ വർദ്ധിച്ചു. അതിന്റെ പുറമെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വളരെ സുശക്തമായ നിർദ്ദേശം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് ഇ.കെ. ഉസ്താദ് അവർകൾ കോൺഗ്രസ്സുകാരനാണെന്ന് കുറെ കാലം പലരും പറഞ്ഞു നടന്നു. ഇ.കെ. ഉസ്താദ് അവർകൾ MDP എന്ന ഒരു പുതിയ സംഘടന വളർന്നപ്പോ അതിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ഇ.കെ. ഉസ്താദിനെ തളർത്തിക്കളയാൻ പലരും പരിശ്രമിച്ചു. അന്ന് ഇ.കെ. ഉസ്താദിന്റെ വലം കൈയായി നിന്നുകൊണ്ട് ഇ.കെ. ഉസ്താദിന്റെ മഹത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഉസ്താദിന് മുഴുവൻ ശക്തിയും പകർന്നത് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദായിരുന്നു. ഞാനൊക്കെ മുതഅല്ലിമായിരുന്ന കാലത്ത് കണ്ടുവന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇ.കെ. ഉസ്താദിനെ തകർക്കാനും എ.പി. ഉസ്താദിനെ തകർക്കാനും തീവ്രമായ ശ്രമം നടന്നു. അതിനിടയിലാണ് എ.പി. ഉസ്താദിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഇ.കെ. ഉസ്താദ് എ.പി. ഉസ്താദിനെ അങ്ങനെ തളർത്താൻ അനുവദിക്കുകയില്ലെന്ന നിലക്ക് ഇ.കെ. ഉസ്താദ് എ.പി. ഉസ്താദിനെ പ്രൊട്ടക്ട് ചെയ്തു. ഉണ്ടായ സംഭവമാണ് പറയുന്നത്. അതിന്റെ പേരിലായിരുന്നു എല്ലാവരും കൊണ്ട് നോക്കാം, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ അപ്പുറത്തുള്ള ആളുകൊണ്ട് മുന്നിലിരിക്കുന്നു മാത്രമല്ല, വേറെ ഒന്നും സംഭവിക്കില്ല. പുതിയൊന്നും സംഭവിക്കേണ്ട ഞാൻ പറയും. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് അവറുകൾ അതിന്റെ പേരിലായിരുന്നു എ.പി. ഉസ്താദ് അവറുകളെ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിക്കാൻ കാത്തിരുന്നത്. ഇ.കെ. ഉസ്താദ് അങ്ങനെ ഒരാളെ കാത്തിരിക്കുന്ന ആളൊന്നല്ല. ഇ.കെ. ഉസ്താദിന്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്തിനു വേണ്ടി? ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ ആവശ്യമാണ് എന്ന നിലക്ക് മാത്രമായിരുന്നു ഇഖ്ലാസോടുകൂടെ ചെയ്തതാണ്. അങ്ങനെ എ.പി. ഉസ്താദും ഇ.കെ. ഉസ്താദും സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി ശക്തമായി പോരാടുന്ന ഘട്ടമാണ്. അതിനിടയിലാണ് പുളിക്കലിൽ മുജാഹിദിന്റെ ഒരു സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിന് MLA എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് പരസ്യമായി മുജാഹിദ് സമ്മേളനത്തിൽ പ്രസംഗിച്ചു. അപ്പോൾ സുന്നികൾ ഒരു പരിപാടി വെച്ചു. ആ പരിപാടിയിൽ ഇ.കെ. ഉസ്താദ് പരസ്യമായി പ്രസംഗിച്ചു, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ഇലക്ഷനിൽ തോൽപ്പിക്കും.
അതിന്റെ ഇപ്പുറത്തുള്ളത് അമുസ്ലിമീങ്ങളായാൽ പോലും, അല്ല ഇനി RSSകാരായാൽ പോലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് AK ഉസ്താദ് പ്രസംഗിച്ചു. അത് വാണിമല അബ്ദുറഹ്മാൻ മുസ്ലിയാർ എടുത്തു പറഞ്ഞു. ഇന്നും കേസറ്റ് കിട്ടുന്ന സംഗതിയാ, ഞാൻ വെറുതെ പറയല്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയരംഗത്ത് ഞങ്ങൾ ശക്തമായി പോരാടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് AK ഉസ്താദും AP ഉസ്താദും ഒന്നായി പ്രവർത്തിച്ചു. അപ്പോൾ പിന്നെ പലർക്കും തലവേദനയായി, ചിലർക്ക് നെഞ്ഞുവേദനയും തുടങ്ങി, പലർക്കും പല രോഗമുണ്ടായി. അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഈ രണ്ട് മഹാന്മാരും ഒത്തൊരുമിച്ച് നിന്നാൽ സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ കഴിയൂല, സംഘടന തകർക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ടു കക്ഷികൾ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനം ആ സമയത്താണ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. AK ഉസ്താദ് ഉപദേശം നൽകുന്നു. കാന്തപുരം ഉസ്താദ് എല്ലാ ബുദ്ധിയും വിവരവും പ്രയോഗിച്ച് എല്ലാ സുന്നികളെയും കൂട്ടി ഒരു തർക്കവും വരാത്ത രൂപത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ച്, അന്ന് 2 രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, 2 പാർട്ടിക്കും 2 തങ്ങന്മാര് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു തങ്ങളുള്ള സ്ഥലത്ത് മറ്റേ തങ്ങൾ വീഴൂല. 2 തങ്ങന്മാരെ AP ഉസ്താദ് പങ്കെടുപ്പിച്ചു. സുന്നികൾക്കിടയിൽ ഭിന്നിപ്പ് വേണ്ട എന്ന നിലക്ക് 2 തങ്ങന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉസ്താദ് അവർ ആ സമ്മേളനം വിജയിപ്പിച്ചു. അപ്പൊ സുന്നത്ത് ജമാഅത്തിനെ തകർക്കണമെങ്കിൽ ഇനി ഇവരെ രണ്ടാളെയും പരസ്പരം തെറ്റിച്ചേ മതിയാവൂ എന്ന് ശത്രുക്കൾ മനസ്സിലാക്കി. വളരെ ചുരുക്കി പറയാൻ, അതിനു മുമ്പ് പലതും നടന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ജാമിഅ നൂരിയ അറബിക് കോളേജ്. ആ അറബിക് കോളേജിൽ നിന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ AK അബൂബക്കർ മുസ്ലിയാരെ പുറത്താക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മഹാനവറുകൾ പുറത്തു പോകാൻ ആവശ്യമായ പണിയെടുത്തിട്ടുണ്ട്. സംഗതി രണ്ടും ഒന്നിനാണ്. ഇത് അഹ്റജക്ക എന്ന് പറഞ്ഞേ, സംഗതി ധൈര്യത്തോടെ ഇറങ്ങിപ്പോയതല്ലേ. അപ്പൊ അത് രണ്ടും ഒന്നിനാണ്. അപ്പോ എന്ത് ചെയ്തു? പുറത്തു പോകാനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തു. അങ്ങനെ പലതും ഇവിടെ അതിലെടുത്ത് നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുന്നത്ത് ജമാഅത്തിനെതിരായി ഇവിടെയുള്ള മുസ്ലിം പത്രം ധാരാളം ഫത്വകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ഫത്വ കൊടുത്തിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിനെതിരായ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഇൻസൾട്ടാക്കിയിട്ടുണ്ട്. മഹാനായ മർഹൂം EKS മുസ്ലിയാർ വഫാത്തായപ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന ഫോട്ടോ കൊടുക്കുന്നതിന് പകരം മഹാരോഗികൾ രോഗശയ്യയിൽ വളരെ വിഷമിക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട് EK ഉസ്താദ് അവരുകളെ ഇൻസൾട്ടാക്കാൻ വരെ ചില പത്രങ്ങളിൽ അതിന്റെ പ്രവർത്തകന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ടെന്നും ഇപ്പൊ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലൊന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുകയെന്ന്. കഴിഞ്ഞ കൊല്ലം ഒരു സ്ഥലത്തുനിന്ന് ഒരു കൂട്ടർ എന്നോട് പറഞ്ഞ് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് മുജാഹിദീങ്ങൾ, എന്താ വേണ്ടി വെച്ചു. ഞാൻ ചോദിച്ചു എന്ത് വെല്ലുവിളി? അപ്പൊ ഞാൻ അവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് അള്ളാഹുവിന് ഇടത്തെ കൈയില്ല, വലത്ത് 2 കൈയാണ് എന്ന് 2007 മെയ്യിൽ മുജാഹിദിന്റെ അൽമനാർ പറഞ്ഞിട്ടുണ്ട്. 2009 ജനുവരിയിൽ അള്ളാഹ് ഇടത്തെ കൈ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് അള്ളാഹ് മാറ്റം വരുമോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ അവിടെ പ്രസംഗത്തിൽ ചോദിച്ചത്. അതിനെ പറ്റിയാണോ വാദപ്രതിവാദം ചോദിച്ചു? അല്ല, പ്രസംഗിച്ചവർക്ക് അത്തരം വിഷയമാണെങ്കിലും വാദപ്രതിവാദം നബിദിനാഘോഷത്തെ പറ്റിയാണ്. ഞാൻ എന്ത് തോന്നിയാ സാർ പറഞ്ഞ വിഷയത്തെ കുറിച്ചല്ല വാദപ്രതിവാദം നടത്തേണ്ടത്. അതല്ല, അവർ ഇതിനാണ് തയ്യാറുള്ളത്. ഞാൻ പറഞ്ഞ് അവർക്കൊരു മറുപടി കൊടുക്കണം. നീ ഒരു കാര്യം ഇറക്കങ്ങ് പറയാൻ, എന്തേ മുജാഹിദീങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ വലിയ ഹരാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. എന്താ അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം മുജാഹിദ് തകർന്നുകൊണ്ടേയിരിക്കാൻ. ഈ തകരുന്ന മുജാഹിദിന് ഓരോ മൗലിക്കും ഞാനാ വലിയാളെന്ന് വരുത്തി തീർക്കണം, എന്നിട്ട് CD വിറ്റ് പൈസ ആക്കണം. അതിനൊരു വാദപ്രതിവാദം നടന്നിട്ടണം. അതിനാരുണ്ട് വാദപ്രതിവാദത്തിൽ തന്നെ വെല്ലുവിളിച്ചിട്ട് കിട്ടാനാണ് മുജാഹിദ് മൗലവിമാരെ ശ്രമിക്കുന്നത്. അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ വിഷയത്തിൽ ഇങ്ങനെ വാദപ്രതിവാദം. എന്നാ പിന്നെ ആദ്യത്തെ CD ഒന്ന് വാങ്ങി കേട്ടോക്കിയാ പോലെ. എന്നാൽ തരത്തെടുക്കില്ല. കോട്ടപ്പുറം സംവാദം പോലെ എല്ലാവരും ഒന്നായിട്ട് കേൾക്കുന്ന ഒരു സംവാദം തിരക്കില്ല. അതിനവരില്ല.
സീഡി വിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവാദം. അങ്ങനത്തെ ഒരു സംവാദത്തിനാണ് ഈ വെല്ലുവിളി. ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ പ്രസംഗിച്ച വിഷയത്തിൽ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് മുജാഹിദീങ്ങളോട് ചോദിക്കും. അതില്ലെങ്കിൽ നബിദിനാഘോഷത്തെ സംബന്ധിച്ചല്ലേ അവർ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും. അവർക്ക് ഇങ്ങനെ ഒരു കത്ത് കൊടുത്ത്, എന്താ കത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ നബിയെ അള്ളാഹു ആക്ഷേപിക്കുകയുണ്ടായി. 2010 ജൂലൈ അൽമനാറുള്ള വാചകാണ്. എന്ത്? അള്ളാഹിന്റെ റസൂൽ പേച്ചുപോയി, എന്നിട്ട് അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹ് ആക്ഷേപിച്ചു. ഇത് എഴുതിയിട്ട് അതിന്റെ ചോട് എഴുതുക, ഇങ്ങനെ പേച്ചുപോയ ഒരു നബിയാണ് എന്ന് മുഹമ്മദ് നബിയെ കുറിച്ച് വിശ്വസിക്കുന്ന മുജാഹിദുകൾ ആ നബിയുടെ നബിദിനാഘോഷം നടത്തണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം പേച്ചുപോയൊരു നബിയല്ലേ. ആ നബി ജനിച്ചതിലെന്ത് സന്തോഷിക്കാനാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന നബി ഖുർആൻ അല്ലാഹു പറഞ്ഞ നബിയാണ്. സാഹിബുക്കും ഒരു പിഴവും പറ്റാത്ത നബി. ആ നബിയുടെ ജന്മദിനാഘോഷം നമ്മളും ഉണ്ടായിരുന്നു. നിങ്ങൾ പേച്ചുപോയ നബി എന്നല്ലേ വിശ്വസിക്കുന്നത്? ആ നബിന്റെ ജന്മദിനാഘോഷങ്ങളും ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അതേ സമയത്ത് നിങ്ങൾ നേരത്തെ സംവാദം നടത്താൻ നേരത്തെ പ്രസംഗിച്ച വിഷയത്തിൽ ചെയ്യാറുണ്ടോ? ഈ എഴുത്തു കൊടുത്തതിന് ശേഷം പിന്നാണ് സംവാദത്തിന് വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇപ്പൊ ചിലരുണ്ട് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആൾക്കാർ. അതുകൂടി സഖാഫി സംഗമത്തിലൊക്കെ പറയാണ്. ഇന്നാളെ ഒരു ദിവസം ഉണ്ട്, ഒരു സഖാഫി എന്റെ അടുത്ത് വരുന്നു. ആ സഖാഫിയുടെ മുന്നിൽ കുത്തിരിക്കുന്നുണ്ട്. സഖാഫി വരുന്നു. എന്താണ്? ഒരു പടി ജാഹിൽ, സുബ്ഹാന ജല്ല ജലാൽ. അറബി വായിക്കാനോ അറിയില്ല, അവരൊന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ജാഹിൽ പോയിട്ട് എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കുകയാണ്. അവൻ പറയാണ്, ഞാൻ 150 സ്ഥലത്ത് പേരോടിനെ വെല്ലുവിളിച്ചാൽ വരുന്നില്ല. അടുത്ത 1500 സ്ഥലത്ത് വെല്ലുവിളിച്ചാ പോവോ? പേരോടിനെ വെല്ലുവിളിക്കാണ് നല്ല ധൈര്യമുള്ള ആൺകുട്ടികൾ അപ്പുറത്തെ സമസ്തയിലുണ്ടെങ്കിൽ അവര് വെല്ലുവിളിക്കട്ടെ. എന്ത് രസമുണ്ടാവും? സൈനുദ്ദീൻ മുസ്ലിയാർ വെല്ലുവിളിക്കട്ടെ, ഞാൻ റെഡി ആയിരിക്കൂലേ? അല്ലേ ബാപ്പുലിയാർ വെല്ലുവിളിക്കട്ടെ, റെഡി ആയിരിക്കൂലേ? ഓരോന്നിനോരോ കണക്കില്ലേ? അപ്പൊ ഈ ജാഹിൽ പോയിട്ട് വെല്ലുവിളിക്കുമ്പോ ഒരു സഖാഫി റെഡി തന്നെ എഴുതി കൊടുക്കാൻ പോണോ? ഈ ജാഹിലിന്റെ ബിരുദമുണ്ടോ? ഫത്തുൽ മുനോദിനോ, അൽഫിയോദിനോ, മീസാനോദിനോ, ആർട്സ് കോളേജിൽ പഠിച്ചാലേ വരിയോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഞാനും പഠിച്ച മർക്കസിലാന്ന് പറയുന്നില്ല. മർക്കസിൽ ഇവിടെ ബോർഡിങ് പഠിക്കുന്ന കുട്ടികളില്ലേ, എത്തിക്കാനെ പഠിക്കുന്നത്, അവർക്ക് പറഞ്ഞൂടെ ഞാൻ പഠിച്ച മർക്കസിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കാണുന്നതിനൊക്കെ വെല്ലുവിളി സ്വീകരിക്കല. നമ്മളെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ചിന്ത വേണം, നമ്മളെ സംഘടനയുടെ വലുപ്പത്തെക്കുറിച്ച് ചിന്ത വേണം, നമ്മളെ ആശയത്തെക്കുറിച്ച് ചിന്ത വേണം, നമ്മളെ ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്ത വേണം. എല്ലാ രംഗത്തും ചിന്തിക്കാൻ കഴിയണം നമുക്ക്. കാണുന്ന വെല്ലുവിളിക്കൊക്കെ നേരിടല. ഇപ്പൊ അടുത്ത് ഒരു വെല്ലുവിളി ഉണ്ടായി, പോയിട്ട് സംവാദത്തിന് വ്യവസ്ഥ തരാൻ പോയി. ആരാ പോയത്? ഒരു വൈദ്യര്, വേറൊരു കമ്പൗണ്ടർ. സുബ്ഹാന ജല്ല ജലാലു. വന്ന വലിയ വലിയ താടിക്കാരൊക്കെ ബേജാറായി പോയി. എന്താ കാരണം? ഈ വൈദ്യർ എത്രയും വിവരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കാണുന്നിടത്തൊക്കെ പോയിട്ട് വെല്ലുവിളി സ്വീകരിക്കല, കാണുന്നതിനൊക്കെ വെല്ലുവിളിയാക്കല. അപ്പോ ഓരോന്നിനും ഓരോ ചുറ്റുപാടുകൾ ഉണ്ട്, നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെയും AP ഉസ്താദിനെയും EK ഉസ്താദിനെയും തെറ്റിച്ചാലേ ഈ സംഘടന തകർക്കാൻ കഴിയൂന്ന് ചിന്തിച്ച ആളുകൾ പിന്നെ ഫിത്നയും ഫസാദും തുടങ്ങും. അതിന് യാതൊരു കയ്യും കണക്കുമില്ല. EK ഉസ്താദിനെ പട്ടിക്കാട് ജാമിയാനൂരിയിൽ നിന്ന് പുറത്താക്കിയവർ, അതുപോലെ AP ഉസ്താദിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവർ, അത്തരം ആളുകൾ ഫിത്നയും ഫസാദും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാൻ തുടങ്ങി. എത്ര ആരോപണം! സുബ്ഹാന ജല്ല ജലാലു. ആരോപണങ്ങൾ തന്നെ, ക്രിയാത്മകമായ ഒരു പ്രവർത്തനമില്ല. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ പ്രവർത്തിച്ചിട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഭിന്നിപ്പിന്റെ സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്? നേരത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അനുവർത്തിച്ചു വന്ന നയത്തിൽ നിന്ന് പലരും വ്യതിചലിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നു. ഉദാഹരണത്തിന് പണ്ഡിത സഭ തീരുമാനിക്കുന്നു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ.
അതിന് പിന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ തയ്യാറായില്ല. ബഹുമാനപ്പെട്ട ശൈഖുന സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇരുന്നോളൂ. സഹോദരന്മാരെ, പണ്ഡിതന്മാരെ തമ്മിലടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി. ആ ശ്രമത്തിൽ പലതും നടന്നൊക്കെ പറയാൻ സമയമില്ല, വളരെ ചുരുക്കി പറയാൻ. നിങ്ങൾക്കറിയാം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് ഒരു ദീനും സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ദീനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേച്ചുപോയി വരുന്ന കക്ഷികളെ കൂടെ നമ്മളെങ്ങനെ ഇരിക്കുക? ദീനീ പ്രവർത്തനത്തിന് ഇങ്ങനെ ഇരിക്കുക? ബസ്സിൽ എങ്ങനെയാ കൂടെ ഇരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. KSRTC ബസ് പോകുമ്പോൾ അപ്പുറം മുജാഹിദ് വെച്ച് നമ്മൾ നിൽക്കാനാ? അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. അതുപോലെ തന്നെ വഖഫ് ബോർഡ് പോയിട്ട് നമ്മളെ കാര്യം പറയാൻ വേണ്ടി വഖഫ് ബോർഡിൽ ഇരിക്കും, അപ്പുറം മുജാഹിദിന്റെ നമ്മളെങ്ങനെ ഇരിക്കുക? നമ്മൾ ഇരിക്കാതെ പിന്നെ നമ്മളെ കാര്യം പറയാൻ കഴിയും? ഹജ്ജ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഇരിക്കാതെ പിന്നെ പറയാ നമ്മളെ കാര്യം ഇങ്ങനെ അവിടെ പറയാ? ഞാൻ പറഞ്ഞത് അവരും നമ്മൾ കൂട്ടായി ചേർന്നിട്ട് അവരെ എതിർക്കാനല്ലാതെ കൂട്ടായി ചേർന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പല സ്ഥലത്തും വായിച്ചതാ, ഇപ്പൊ സമയമല്ല. ചന്ദ്രികാ പത്രത്തിൽ മുമ്പ് വന്നൊരു ലേഖനം. എന്താ സംഗതി? സുബ്ഹാനല്ലാഹ്, കൊടിയത്തൂരിൽ മുബാഹല നടത്തുന്നു. ആ മുബാഹലക്ക് നേതൃത്വം കൊടുക്കുന്ന ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അഞ്ചുമൻ ശാഅത്ത് ഇസ്ലാമി, മുജാഹിദിന്റെ അഞ്ചുമൻ ശാഅത്ത് ഇസ്ലാമി, ഇങ്ങനത്തെ പുത്തൻവാദികളുടെ സംഘടനയായ അഞ്ചുമൻ ശാഅത്ത് ഇസ്ലാമി ഖാദിയാനിയുമായിട്ടും വാദപ്രതിവാദം നടത്തുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പുതിയ നബി വന്നു ഖാദിയാനി പറഞ്ഞു. മുഹമ്മദ് നബി പേച്ചുപോയി എന്ന് മുജാഹിദും പറഞ്ഞു, ജമാഅത്തുകാരും പറഞ്ഞു. അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേച്ചുപോയി എന്ന് ഖാദിയാനി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുതിയ നബി വന്നു എന്നാ പറഞ്ഞത്. ഒരു കാഫിരികളാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലം പറഞ്ഞാൽ ഒന്നും പറഞ്ഞൂടാ, അപ്പുറത്തുനിന്ന് മുറിച്ചിട്ട് ബാക്കി കേൾപ്പിക്കുന്നതല്ല. ഇപ്പൊ ഖാദിയാനി നാക്കി മടങ്ങി നാളെ അങ്ങനെയുള്ള വർത്താനം പറയുന്നവരുണ്ട്, അങ്ങനെയുള്ള വർത്താനത്തിന് വർത്താനം കൊടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഖാദിയാനി കാഫിറാണെന്നതിൽ തർക്കമില്ല. പക്ഷെ ആ ഖാദിയാനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേച്ചുപോയി എന്ന് പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി എന്ന് 2010 ജൂലൈയിൽ എഴുതി വെച്ച മുജാഹിദ്. ഇതുപോലെ മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് IPH പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ മൗദൂദി. ഇങ്ങനത്തെ കക്ഷികൾ കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നബുവത്ത് സ്ഥിരീകരിക്കാൻ, അതിനുശേഷം നബിയില്ലാന്ന് സ്ഥിരീകരിക്കാൻ ഒരുമിച്ച് കൂടിയാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? എന്നിട്ട് അവർ ദീനുൽ ഇസ്ലാമിൽ അംഗീകാരമുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ അഞ്ചുമൻ ശാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ എന്നും പറഞ്ഞിട്ട് മുബാഹല നടത്തി. എന്റെ ചന്ദ്രികാ പത്രത്തിൽ അന്ന് ലേഖനം വരികയാണ്. ആ ലേഖനത്തിൽ എഴുതാണ്, എന്താ അയാൾ എഴുതുന്നത്? പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, ശാപപ്രാർത്ഥനയ്ക്ക് ഫലം അല്ലാഹു തആല എന്തായാലും കാണിക്കുക. സുബ്ഹാന ജല്ല ജലാലു. ഇത് എഴുതിയിട്ട് 6 മാസം പടച്ചവൻ അവധിയും കൊടുത്തു. ഖാദിയാനിക്കോ അല്ലാത്തവർക്കോ എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായാലും കാത്തിരുന്ന ജനങ്ങള് 6 മാസം കഴിഞ്ഞു. പക്ഷേ അതിലിടക്കാണ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അൽഹംദുലില്ലാഹ് ഒരു പുനഃസംഘടന നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഭിന്നിപ്പൊന്നും നടന്നിട്ടില്ല. ആ സംഘടനയിൽ പുനഃസംഘടന നടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. സംഘടന പുനഃസംഘടിക്കൽ സാധാരണയല്ലേ? അതിന്റെ പ്രസിഡന്റ് കന്യത്ത് ഉസ്താദായിരുന്നു, ജനറൽ സെക്രട്ടറി EK ഉസ്താദായിരുന്നു. ആ 2 മഹാന്മാർക്ക് പ്രായമുള്ള സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതും നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ അവരുടെ ശിഷ്യന്മാരും അവരുടെ പിൻഗാമികളും അവർ തന്നെ പിൻഗാമികളായി നേരത്തെ എടുത്തുവെച്ചവരുമായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നേതൃത്വത്തിൽ സമസ്ത പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിന് തർക്കമില്ല. ആ സമസ്ത പുനഃസംഘടിപ്പിച്ച സമയത്താണ്
മംഗലാപുരത്ത് വെച്ച് അണ്ടോൺ ഉസ്താദ് വഫാത്തായി പോയി, അല്ലാഹു ഖബർ സന്തോഷത്തിലാകട്ടെ. അണ്ടോൺ ഉസ്താദ് ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഏതാണ് സമസ്ത എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ 6 മാസം കാത്തു നിന്നാ മതിയില്ല. കാരണം മുബാഹല നടന്നിട്ടുണ്ട്, അതിൽ 6 മാസം കൊണ്ട് ഫലം കിട്ടുമെന്ന് ചന്ദ്രികയിൽ ലേഖനുണ്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഖാദിയാനിക്കും ഒന്നും പറ്റിയില്ല, മറ്റുള്ളവർക്കും പറ്റിയില്ല. എന്നാ ആ മുബാഹല നടന്നപ്പോ സമസ്ത കേരള ജമിയത്തുൽ ജനറൽ സെക്രട്ടറിയുടെയും കേരള നദുവത്തുൽ മുജാഹിദിന്റെ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ അതിൽ എഴുതിയ വാചകം തന്നെ വേണമെങ്കിൽ ഞാൻ നോക്കി വായിച്ചു തരാം. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞ എങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കേരള ജമാഅത്ത് ഇസ്ലാമി അമീർ കെ.സി. അബ്ദുള്ള മൗലവി, കേരള നദുവത്തുൽ മുജാഹിദ് ജനറൽ സെക്രട്ടറി കെ.പി. മുഹമ്മദ് മൗലവി, തബ്ലീഗ് ജമാഅത്ത് നേതാവ് അബ്ദുൽ ഖൈർ മൗലവി തുടങ്ങിയവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അഞ്ജുമൻ നിശാഅത്ത് ഇസ്ലാം മുബാഹലക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് ചന്ദ്രിക 28/5/1989 സഹീഹായ റിവായത്താണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടൊരു മതപ്രവർത്തനം. നമ്മളെ സമസ്തയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇങ്ങനെ ഈ മുബത്തദീനെയും കൂട്ടിയിട്ടുള്ളൊരു പ്രവർത്തനം നടത്തിയൊരു ചരിത്രമുണ്ടോ? 989 വരെ അങ്ങനെ ഒരു ചരിത്രമില്ല. ഈ ഒരു പുതിയ ചരിത്രം എവിടുന്നുണ്ടായി? ഈ സമസ്തക്ക് ചരിത്രം മാറിയിട്ടില്ല. സമസ്തയിലുള്ള പ്രായം ചെന്ന പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ ഈ ഒരു നീക്കം നീങ്ങുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സമസ്ത കേരള ജമിയത്ത് ഉലമ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് സമസ്തക്ക് ആ മുബാഹലയുമായി ഒരു ബന്ധവുമില്ല. അന്ന് തന്നെ മഹാനായ കാന്തപുരം ഉസ്താദും ഉള്ളാനന്ദങ്ങളുമൊക്കെ പ്രസ്താവന കൊടുത്ത് കൊടിയത്തൂർ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് 989 മെയ് 30 ചൊവ്വാഴ്ചത്തെ മാതൃഭൂമിയൊക്കെ മുബാഹല നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി കാന്തപുരം എത്തിക്കാൻ. എന്നിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ ആർക്കൊന്നും പറ്റാണ്ടായപ്പോ എന്ത് ചെയ്തു? ദേശാഭിമാനി പത്രത്തിൽ യുക്തിവാദിയുടെ ലേഖനം 4/12/89 അതിലെന്താവർ എഴുതിയത്? അഹമ്മദികൾക്കോ അനഹമ്മദികൾക്കോ അനുകൂലമായി ദൈവം അനങ്ങാതിരുന്നത് ജനങ്ങൾക്കിടയിൽ പുതിയ സംശയത്തിന് വിത്തുപാകിയിരിക്കുന്നു. ഇരുകൂട്ടരും ഇരുവരെ പൊക്കി നടന്ന ദൈവം യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ലേ എന്ന സംശയമാണ് പൊങ്ങി വന്നിരിക്കുന്നത്. അള്ളാഹു ഇല്ല എന്ന് വാദിക്കാൻ യുക്തിവാദിക്ക് ഏണി വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ കോണി വെച്ചു കൊടുത്തു. അല്ലേ? അതല്ലേ സംഭവിച്ചത്? ഇത് തുടക്കമായിരുന്നു സമസ്ത കേരള ജമിയത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് രാഷ്ട്രീയമില്ല എന്ന് പലവരും അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. സമസ്തക്ക് രാഷ്ട്രീയമില്ല, വേണമെങ്കിൽ 13/3/87 ചന്ദ്രിക പോയിക്കോളൂ, സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ കുറെ ദിവസം കഴിയുമ്പോ ഒരു ദിവസം നമ്മൾ തന്നെ പത്രത്തിൽ കാണുന്നു, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ അണിനിരക്കണം എന്ന് അപ്പുറത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന. പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം പേര് പറഞ്ഞതിൽ പ്രത്യേക ഗുണമൊന്നുമില്ലല്ലോ. ചന്ദ്രിക എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയായി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പ്രസംഗിക്കുന്ന ആളെ ചിത്രം ഇറക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ അണിനിരക്കുക സമസ്തയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ നിങ്ങളോട് ചോദിക്കണം, മുസ്ലിം ലീഗിൽ അണിനിരന്നാല് കാഫറായി പോകുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അതേ സമയത്ത് മുസ്ലിം ലീഗിൽ അണിനിരക്കുന്നവരുണ്ടാവും, കോൺഗ്രസിൽ അണിനിരക്കുന്നവരുണ്ടാവും, ജനതാ പാർട്ടിയിൽ അണിനിരക്കുന്നവരുണ്ടാവും, പല പാർട്ടിയിലും അണിനിരക്കുന്നവരുണ്ടാവും, നമ്മളെപ്പോലെ അണിനിരക്കാത്തവരും ഉണ്ടാവും. അങ്ങനല്ലേ? പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊരു പ്രത്യേക പാർട്ടിയിൽ അണിനിരന്നാല് അപ്പുറത്തെ പാർട്ടിയിലുള്ളവർക്കും കൂടി മതം പറഞ്ഞു കൊടുക്കാനുള്ള ആകല്ല ഈ പണ്ഡിതൻ അറിയാം. എന്റെ നാട്ടിൽ പല പാർട്ടിക്കാരുണ്ട്, എനിക്കറിയാം. ഒരുപാട് മുസ്ലിം ലീഗുകാരുണ്ട്, INL-കാരുണ്ട്, ജനതാ പാർട്ടിക്കാരുണ്ട്, ഇടതുണ്ട്, വലതുണ്ട്, ഇനി മുന്നും പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പല പാർട്ടിക്കാരുണ്ട്. ഇവർക്കൊക്കെ മസല ചോദിക്കണ്ടേ എന്നോട്? അവർക്കൊക്കെ ഒത്തുപോകണ്ടേ ഞാന്? അവർക്കൊക്കെ ഇമാമത്തുക്കണ്ടേ ഞാന്? അപ്പൊ ഞാനൊരു പാർട്ടിക്കാരനായാൽ അപ്പാർട്ടിയിലെ മൊയ്യാരായില്ലേ? പിന്നെ അള്ളാന്റെ ദീന് ഭിന്നിക്കാതെ പള്ളി നിലനിൽക്കോ? ഭിന്നിപ്പില്ലാത്തവർക്ക് മദ്രസ നിലനിൽക്കോ? അപ്പൊ സമുദായം ഭിന്നിക്കാതിരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ആ സമസ്ത നേരത്തെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമില്ല എന്നല്ലാതെ വോട്ട് ചെയ്യൂല എന്നല്ല പറഞ്ഞതിനർത്ഥം. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ പാടില്ല ശിർക്കാന്നല്ല പറഞ്ഞതിനർത്ഥം. വോട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട പോലെ അങ്ങ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, അതിൽ മറിച്ച്
എല്ലാവരും ഒരു പാർട്ടിയിൽ അണിനിരക്കണമെന്ന് പറഞ്ഞാൽ സർവ്വ മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്ന ഏർപ്പാടല്ലേ അത്? അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നപ്പോഴാണ് വാസ്തവത്തിൽ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നത് സമസ്ത കേരള ജമിയത്തുൽ. അത് പുനഃസംഘടിപ്പിച്ചതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചത്, അതേ പോയിന്റിൽ നിന്നുകൊണ്ട് ഒരൽപ്പം വ്യത്യാസമില്ലാതെ ഇന്നും അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമയ്ക്ക് ശേഷം നൂറുൽ ഉലമ പ്രസിഡന്റായി, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി സമസ്ത കേരള ജമിയത്തുൽ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ തുടരുകയും ചെയ്യും. സമസ്തയുടെ ചരിത്രം വളരെ വിപുലമാണ്. 1:10 പിരിയണമെന്നാണ് ഇപ്പോൾ കിട്ടിയ കത്ത്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നപ്പാ പിരിയേണ്ടത്, അതുകൊണ്ട് 10 മിനിറ്റോട് ഉയർത്തണമുണ്ട്. വളരെ ചുരുക്കി പറയാൻ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വ്യത്യാസവും എത്തിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സമസ്തയുടെ പേരിൽ ഹക്ക് പിടിച്ചെടുക്കാൻ പാടില്ല. അത് അങ്ങനെ പറയാൻ കാരണം എന്താ? ഞാൻ മിനിഞ്ഞാന്ന് പൊന്നാനി പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ഞാൻ വയല് പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്ന് സൈനുദ്ദീൻ മഖ്ദൂമുള്ളാഹിന്റെ 507ാമത്തെ ആണ്ടാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ വരുന്നുണ്ട്, സയ്യിദന്മാരെ അലിമികൾക്ക് ഒരുപാട് വരാനുണ്ട്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പോ എല്ലാവരും ഇരുന്നോളി, ചുരുക്കി പറയാൻ. അങ്ങനെ പൊന്നാനി പള്ളിയിൽ പോയി. പൊന്നാനി പള്ളിയിൽ വയല് പറയാൻ പോയി നോട്ടീസ് നോക്കി. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. നോട്ടീസ് ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഞാൻ എന്താ സന്തോഷിച്ചത്? പൊന്നാനി പള്ളി ഉണ്ടാക്കിയിട്ട് 100 കണക്കിന് കൊല്ലം, 507ാമത്തെ ആണ്ടാണ്. സയ്യിദുദ്ദീൻ മഖ്ദൂമുകൾ 507ാമത്തെ ആണ്ടാണ്. ഈ 507ാമത്തെ ആണ്ട് കണക്കാണ് പൊന്നാനി പള്ളിയിൽ. സമസ്ത കേരള ജമിയത്തുകൾക്ക് വയസ്സത്തെ അതും പറഞ്ഞില്ല നമ്മള്. സമസ്ത കേരള ജമിയത്തുകൾക്ക് വയസ്സ് എത്ര വന്നാലും 25ലാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇത് 2015 എത്ര വയസ്സുണ്ടാവും? ആർക്കും കൂടിയാ 90. 100 കഴിഞ്ഞിട്ടില്ല. സമസ്ത കേരള ജമിയത്തുകളുടെ വയസ്സതാണ്. പൊന്നാനി പള്ളിന്റെ വയസ്സെത്രയാ? പൊന്നാനി മഹലിന്റെ വയസ്സെത്രയാ? പൊന്നാനി മഹലിന്റെ വയസ്സ് 100 കണക്കിന് കൊല്ലാണ്. അപ്പൊ പിന്നെ ഞങ്ങള് ഇതാ സമസ്തയുടെ പള്ളിയാകുന്നു ഇത് എന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞ സമസ്ത ജനിക്കുന്നതിന് മുമ്പ്, അങ്ങനെ ജനിക്കുന്നതിന് മുമ്പ് കുട്ടിയുണ്ടാവോ? ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് കുട്ടിയുണ്ടാവും. പണ്ട് നാദാവർത്തുന്ന അതിന് വിഷയം ഉണ്ടായിരുന്നു. 909 ജനിച്ച ആളാണ് ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു. 911 വഫാത്തായ ആളാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ. എങ്ങനെ അല്ല, സുയൂത്തി ഇമാമിന്റെ കിതാബിൽ ഇബ്നു ഹജർ പറഞ്ഞിരിക്കുന്നു എന്നുണ്ടാവോ? അതുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? കാരണം 2 വയസ്സാണ് ഇബ്നു ഹജറുകൾക്കുള്ളൂ. 2ാമത്തെ വയസ്സിൽ ഇബ്നു ഹജറുകൾ കിതാബ് എഴുതുമോ? അത് പറഞ്ഞപ്പോ ആ ഒരു കൂട്ടർ ഞാൻ അപ്പൊ പറഞ്ഞു ഇങ്ങനത്തെ വിവരക്കൊന്നും വിവരമുള്ള മനുഷ്യന്മാരുടെ നാദാവർത്ത് വായിക്കരുത്. അപ്പൊ ഒരു ചങ്ങാതി വന്നിട്ട് ബൈക്കൂന്ന് എന്നെ മൈക്ക് പിടിച്ചു വെച്ചത് അങ്ങനെയാണ് നാദാവത്ത് പരീക്ഷയും സക്കാത്തും തന്നെ വിഷയം അവതരിപ്പിക്കുമ്പോ ഉണ്ടായ സംഭവമാണ്. അപ്പൊ അവിടെ നിന്ന് പോലീസുകാര് ലാത്തി ചാർജ് വീശി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, വിവരമില്ലാത്ത ആൾക്കാരാണ്, ഒന്നും ചെയ്യണ്ട, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് നമ്മൾ കുറ്റാടിയിലേക്ക് ജീപ്പിൽ കയറി പോകുമ്പോൾ നമ്മൾ TT പോക്കർ പൈസ കയറി നിങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നോ പുറത്തു കൊടുക്കട്ടെ എന്നോ പോലീസുകാർ പുറത്താ കൊടുത്തു എന്ന് പറഞ്ഞു. സംഗതി ഞാൻ പറഞ്ഞ പുറത്തു കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ 507ാമത്തെ ആണ്ടേക്കാണ് പൊന്നാനി പള്ളിയില് സയ്യിദുദ്ദീൻ മഖ്ദൂം തങ്ങളെ. ആ പൊന്നാനി പള്ളി എങ്ങനെ സമസ്തന്റെ ആവുക? ആവൂലാന്ന് ഉറപ്പല്ലേ? കാരണം സമസ്ത പിന്നുണ്ടായില്ലേ. അപ്പൊ ഇപ്പോഴേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സുന്നി മഹല്ലുകളൊക്കെ സമസ്തയുടെ മഹല്ലാണെന്നും പറഞ്ഞിട്ട് സമസ്തയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകള് സമസ്തന്റെ മഹല്ലാണ് എന്ന് പറയുന്നു. അപ്പൊ പിന്നെന്താ സംഭവം എന്നറിയോ? നിങ്ങളിപ്പോ കേട്ടില്ലേ, കുറച്ച് കുട്ടികൾ വന്ന് വടക്കേന്ത്യ നിയമപരമായി വരാത്തോണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്. സംഗതി മനുഷ്യക്കടത്താന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. കാന്തപുര ഉസ്താദ് തന്നെ. അതുകൊണ്ടാണല്ലോ കാന്തപുര ഉസ്താദിന്റെ പ്രസ്താവന എല്ലാ എതിരാളികളെയും ഞെട്ടിച്ചു. കാരണം അവർ വിചാരിച്ച അവരെ പോലെ തന്നെയായിരിക്കും ഉസ്താദ്. അങ്ങനെയല്ല എന്നുള്ളത് തെളിയിച്ചു. അങ്ങനല്ലേ ഉസ്താദ് അത് മാനമായ പ്രസ്താവന കൊടുത്തു. അപ്പൊ എല്ലാവരും ഇത് തന്നെയല്ലേ മൊഴിയാട് അപ്പുറത്തുള്ളവരും സുകാര്യം പറയാൻ. രഹസ്യമായി പറയുന്നു, പരസ്യമായിട്ട് പറയുന്നു ഒക്കെ നമുക്കറിയാന്ന് അറിയില്ലേ? അല്ലാഹു തആല അത് ഹബീബായ നബി തങ്ങളെ പറ്റി പറഞ്ഞതാ. എതിരാളികള് പരസ്യമായിട്ട് പലതും പറയുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് ഇയാൾ എന്നെ നേതാവെന്നും അബൂജഹലും പറയുന്നുണ്ട്. അങ്ങനെയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിയമപരമായി കാര്യം ചെയ്യണ്ടേ? അപ്പൊ നിയമപരമായി കാര്യം ചെയ്യുന്നതിന് പകരം അനധികൃതമായി ഒരു വിഷയം ചെയ്യാൻ പാടില്ല. യതീംഖാന എന്ന് പറഞ്ഞ് യതീംഖാന നടത്തുക. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു യതീംഖാനെ പറ്റിയല്ല. ഞാൻ പൊന്നാനിന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗം തുടങ്ങിയാൽ മുതലേ പറയുന്നു, യതീംഖാന എന്ന് പറഞ്ഞ് യതീംഖാന നടത്തുക. എന്നിട്ടോ യതീമല്ലാത്ത മക്കളെ കൊണ്ടുവന്നിട്ട് തീറ്റിക്കുക, ഹറാമ് തീറ്റിക്കുക. യതീംഖാന ഇവിടെ തുർക്കിയ യതീംഖാന ഉണ്ട്. അത് യതീം കുട്ടികളുടെ ഒരു നയാകാശ് പോലും വേറൊന്നിനു വേണ്ടി ഉപയോഗിക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ കമ്മിറ്റിയിൽ ഒരു വലിയ മെമ്പർ കൂടിയാണ്. ഉപയോഗിക്കൂല. അത് യതീമിന് തന്നെ, യതീമിന് തന്നെ. നേരെ മറിച്ച് ഏകദേശം യതീംഖാനയിൽ നടക്കുന്നത് ചൂഷണല്ലേ. കാരണം യതീമിന്റെ പേരിൽ പണം പിരിക്കുക, എന്നിട്ട് ബാപ്പ മരിക്കാത്ത മക്കൾ കൊടുക്കുക. പിന്നെ ഒരാൾ വിളിച്ചെന്നോട് ചോദിച്ചു, ഒരു ബാപ്പയും ഉമ്മയും മരിച്ച ഒരു കുട്ടിയുണ്ട്, ഞാൻ ആ കുട്ടിക്ക് യതീം കുട്ടിക്ക് നേർച്ചയൊക്കെ 5000 രൂപ കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചാൽ ആ കുട്ടിക്ക് എത്ര വയസ്സായി? 26 വയസ്സായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പായിരിക്കണം. അതേപോലെ തന്നെ ബാപ്പയും ഉമ്മയും മരിക്കുന്ന പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കണം. അല്ലെ പിന്നെ യതീം അല്ലാണ്ട് പിന്നെ അവരുണ്ടാവുമോ? അപ്പൊ യതീമിന്റെ പേരിൽ തിരിച്ചിട്ട് യതീം അല്ലാത്തവരെ കൊണ്ട് തീറ്റിച്ചിട്ട് ഗ്രാന്റ് വാങ്ങുകയാണെങ്കിൽ അത് ശറയിൽ ജായിസാവോ? ശറയിൽ ജായിസാകാത്തൊരു വിഷയം ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഞാൻ പറയാണ്, സർവ മഹല്ലുകളും സമസ്തയായിട്ട് ഒരു ബന്ധമില്ലാത്ത കക്ഷികൾ ഞങ്ങൾ സമസ്തയാന്ന് പറഞ്ഞിട്ട് എന്ത് സമസ്ത? എന്ത് സമസ്ത ഞാൻ ചോദിക്കുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരു സമസ്ത സുന്നി അഫ്കാറിൽ എഴുതിയതല്ല. ഈ മാർച്ച് 19-ാം തീയതി എന്റെ കയ്യിലുണ്ട് സാധനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ്. ഇന്നീ ലസ്തു മിഥലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഹദീസില്ലേ. എന്നിട്ട് മുഹമ്മദ് നബി ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. ശുദ്ധമായ കളവ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ നിസാ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയല്ല, നബി തങ്ങളുടെ ഉമ്മയല്ല, നബി തങ്ങളുടെ ബാപ്പയല്ല, നബി തങ്ങളുടെ മക്കളല്ല. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ ഒരു അംശമുണ്ടെന്ന് ചിന്തിക്കാമായിരുന്നു. അല്ലേ, നബിയുടെ ശരീരത്തിന് അംശം അങ്ങോട്ടുണ്ടെന്ന് ചിന്തിക്കാമായിരുന്നു. വിവാഹം കഴിക്കുന്നത് അന്യസ്ത്രീകളെയാണ്. അങ്ങനത്തെ ഒരു അന്യസ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ വിവാഹം കഴിക്കപ്പെട്ട ഭാര്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, സാധാരണ സ്ത്രീയല്ല എന്ന് ഖുർആൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് മുജാഹിദിന്റെ ആശയം, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം സുന്നിന്റെ പേരിൽ എന്തിനെഴുതി പഠിപ്പിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത്. സുന്നി അഫ്കാറോ മുജാഹിദ് അഫ്കാറോ എന്ന് എഴുതിക്കൂടെ? ഇനി ആ സുന്നി അഫ്കാറോ എന്ന് എഴുതുന്നു. അപ്പൊ സുന്നിന്റെ പേര് അല്ലാഹുവിന്റെ റസൂലിന് എനിക്ക്, ഞാനതാണ് എന്റെ തുടക്കത്തിൽ പറഞ്ഞത്. കെ.എം. മൗലവിക്ക് താടിക്ക് കുറവുണ്ടായിരുന്നില്ല, കെ മൗലവിക്ക് തലയെക്കെട്ടിന് കുറവുണ്ടായിരുന്നില്ല, വക്കം മൗലവിക്ക് താടിക്ക് കുറവുണ്ടായിരുന്നില്ല. അവർ മെല്ലെ മെല്ലെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അള്ളാഹ്ക്ക് കയ്യും കാലുമുണ്ടെന്ന് പറയുന്ന കടുത്ത ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക് കൊണ്ടുപോയതാണ് ഈ സമുദായത്തെ. ഇതിന്റെ ഒരു തുടക്കം കുറിച്ച രൂപത്തിലല്ലേ അപ്പുറത്ത് സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർ. മഹാനായ കണ്യത്ത് ഉസ്താദ് അസദ് കറാഹത്താണ് ഖുതുബക്ക് മുമ്പ്, അത് ബാങ്കിന് മുമ്പോ ശേഷമോ ആകട്ടെ പ്രസംഗിക്കുന്നത് എന്ന് ഫത്വ കൊടുത്തിട്ട് ആ ഫത്വ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ശൈഖുനാ സ്മരണികയിൽ എഴുതിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മളെ കയ്യിൽ കിട്ടുന്നത് എന്താ? നമ്മളെ കയ്യിൽ കിട്ടുന്നത് സുന്നി അഫ്കാർ. സുന്നി അഫ്കാറിൽ എന്താ പറയുന്നത്? കറാഹത്താണെന്നോ ഹറാമാണെന്നോ ഖിലാഫുൽ ഔലയാണെന്ന് പോലുമോ ഫിഖഹിന്റെ ഒരു ഗ്രന്ഥത്തിലും ഖുതുബക്കുമ്പ് പ്രസംഗത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. കണ്യത്ത് ഉസ്താദിന്റെ ഫത്വ, കാളമ്പാടി ഉദ്ധരിച്ച ഫത്വ, ഫിഖ് അറിയാത്ത പണ്ഡിതനാണ് കണ്യത്ത് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? കണ്യത്ത് ഉസ്താദിന് അങ്ങനെ പറയാൻ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? കെ ഉസ്താദല്ലേ ഫാസിദായ ഇബാദത്താണ്, കടുത്ത തെറ്റാണെന്ന് ഫത്വ കൊടുത്തത്. ആ ഫത്വക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പൂർവകാലത്തുള്ള സമസ്തയുടെ പണ്ഡിതന്മാരെ ഫത്വകളെ ചോദ്യം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് വരെ സുന്നിയുടെ പേരിൽ ലേഖനം എഴുതുന്ന ഒരു സമസ്തയാണോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, സഖാഫികളെ, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സർവ്വജനങ്ങളെയും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള ബിദ്അത്തിന്റെ ആശയങ്ങൾ സുന്നിയുടെ പേരിൽ സർവ്വ മഹല്ലിലും നടപ്പാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് നമ്മുടെ സംഘടനാ വിരോധികളുള്ളത്, ബിദ്അഈ സമസ്തയുള്ളത്.
അതുകൊണ്ട് നമ്മൾ ആ സമസ്തയെ, ഞാൻ ഒരു കാര്യം കൂടി പറയും, ചേളാരി സമസ്ത എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. എന്താ യോജിപ്പില്ലാത്തതെന്ന് ചോദിച്ചാൽ, ചേളാരിയിലല്ലേ നമ്മളെ ജമലുൽ തങ്ങളല്ലേ ഉള്ളത്, ആ നാട്ടിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ചേളാരി സമസ്ത എന്നുള്ളതിനേക്കാളും നല്ല വാക്ക് വിദായി സമസ്ത എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം പുതിയ പുതിയ വാദം പറയുമ്പം അതിനല്ലേ വിദാത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ. നമ്മളെന്തിനാ ഒരു മോശമായ വർത്താനം പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞു നമുക്ക് ഔല. മറ്റേ പറഞ്ഞാൽ തെറ്റാണ്, ഹറാമാണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അത് ചേളാരിയിലെ ഒരു ഓഫീസുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം. അതിരിക്കട്ടെ. അതുകൊണ്ട് മക്കാമ ശരിക്കും കിടന്നാൽ നമ്മൾ പറയലുണ്ടല്ലോ, അതുകൊണ്ട് മക്കത്തുള്ള ഹബീബായ നബിതൊക്കെ ബാധകാവില്ലല്ലോ. അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണം. പക്ഷെ ആ പ്രചരിപ്പിക്കുന്ന എങ്ങനെയായിരിക്കണം? എതിരാളികളെ ഇൻസൾട്ട് ആക്കിയിട്ട് വേണ്ട. ഞാനിപ്പോ അടുത്ത് ഒതായി പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് പ്രസംഗിക്കാൻ പോയി 30 കൊല്ലം മുമ്പ്. അന്ന് എന്റെ കാലുത്താൻ വിടൂല എന്ന് പറഞ്ഞ് തലകുത്തിയിട്ട് പ്രസംഗിക്കുന്നത് എനിക്കോട്ട് അറിഞ്ഞുകൂടാ. ഞാൻ സാഹിത്യ സമാജത്തിന് പ്രസംഗിച്ച് വെച്ചാൽ തലകുത്തി പ്രസംഗിച്ച് വെച്ചില്ല. അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി പോയിട്ട് മടങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഒതായി മടങ്ങിക്കൂടാത്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞിട്ട് ഹല്ലുലായി. കളഞ്ഞ മുടിയോട്ട് വലിച്ചെറിഞ്ഞിട്ടില്ല, ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് സൂക്ഷിക്കേണ്ട സ്ഥലത്തൊക്കെ ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഹബീബായ നബി തങ്ങൾ മടങ്ങിപ്പോകുന്നു. എനിക്ക് മടങ്ങിക്കൂടെ? ഞാൻ ഒതായി ഇന്ന് മടങ്ങിയിട്ട് പിന്നെ ഞാനും തഹല്ലുലായി. ഞാൻ മുടി കളഞ്ഞിട്ടല്ല, അരി കൊടുത്ത് പ്രസംഗിച്ചിട്ട് തഹല്ലുലായി. പക്ഷെ ഇക്കഴിഞ്ഞ റമളാനിൽ ഞാൻ ഒതായി പോയി പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. നേരത്തെ ചിലർ പ്രസംഗിക്കും കുഴപ്പമുണ്ടായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രസംഗിക്കും കുഴപ്പമുണ്ടായിരുന്നത്? അവിടുത്തെ മുജാഹിദീങ്ങൾ നന്നാണോ എന്ന് വിചാരിച്ച് പ്രസംഗിച്ചു. മുജാഹിദീങ്ങളെ ചീത്തറണമെന്ന് വിചാരിച്ച് പ്രസംഗിച്ചില്ല. കാരണം നമ്മളെ ഡ്യൂട്ടി എന്താണ്? ദേവത്ത് ചീത്ത പറയലല്ല, ദേവത്ത് തെറി പറയലല്ല, ദേവത്ത് ഇൻസൾട്ടാക്കലല്ല. മറിച്ച് ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അവർക്ക് പ്രമാണബദ്ധമായി എത്തിച്ചു കൊടുക്കലാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കാലോചിതമായി, സന്ദർഭോചിതമായി, സാഹചര്യത്തിനനുകൂലമായി നമുക്കെങ്ങനെ ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ തന്നെ പിടിച്ചു നിർത്തി തഖ്വയുള്ളവരായി, സംസ്കാരമുള്ളവരായി, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച വഴിയിൽ നിർത്താൻ കഴിയുമെന്നത് വളരെ ആഴത്തിൽ ചിന്തിച്ച് ഓരോ പ്രദേശത്തും ചെന്ന് ആ പ്രദേശത്തുള്ള ജനങ്ങളെ അവരുടെ ആഖിറം വിജയിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ, അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു സ്വാധീനം കിട്ടിയാൽ എനിക്കൊരു ഷെയർ ബിസിനസ് തുടങ്ങാം, അതിന് പിന്നൊക്കെ കുറച്ച് പൈസ വീക്കുക, ഫോൺ നമ്പറും കൊടുത്ത് പിന്നെ എന്ന് വിചാരിച്ചിട്ടല്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യലാഭം കിട്ടണോ വിചാരിച്ചിട്ടല്ല. ഞാനിവിടെ മെല്ലൊരു സ്ഥാപനം ഉണ്ടാക്കി, അത് ആരോടും പറയാതെ നമ്മളെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് തറക്കല്ലിടിച്ച് പേരോ എന്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം നേതാക്കന്മാർ എനിക്കെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളെ വൈക്ക് പോയിക്കോളി, എനിക്ക് ആണ്ടൊക്കെ ആയിരിക്കുന്നു എന്ന് പണ്ട് ഞങ്ങളുടെ വഴക്ക് തീർന്നു. എന്റെ പണ്ട് സ്കൂളിൽ നിന്ന് വെച്ചൊരു കേസുണ്ടായി, ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതുപോലെ വഴക്ക് തീർന്നു, നിങ്ങളെ വൈക്ക് പോയിക്കോളി എന്ന് പറയുന്ന മട്ടത്തിലും പറ്റില്ല. മറിച്ച് സംഘടനയുമായി ഒട്ടി നിന്നുകൊണ്ട് തന്നെ, നമ്മുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഏത് മഹല്ലത്തിനും എന്ത് ത്യാഗം സഹിച്ചു നമ്മൾ നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് നിലനിർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോയി പരിപാടിയിൽ സംഘടിപ്പിച്ച ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പുറത്തിറങ്ങിയ ഒന്നാണ് സഹറ റിവ്യൂ എന്ന് പറഞ്ഞ സാധനം. ഇത് കണ്ണൂർ ജില്ലയിൽ പാനൂരിൽ നിറങ്ങുന്ന ഒരു സാധനം. ഇതിലെന്താണ്? ഇതിൽ ബഹുമാനപ്പെട്ട മർഹൂം പാനൂർ തങ്ങൾ വലിയ മഹാനായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പലിശക്കെതിരെ എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ട് ആദ്യമായി കൊണ്ടുപോയി കേൾപ്പിച്ചത് തങ്ങളെയാണ്. തങ്ങൾ ഒരു സംഘടനയുടെ ആളല്ല, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചിരുന്ന മഹാനാണ്. അത് മുഴുവനും വായിച്ചു നോക്കിയതിന് ശേഷം ഞങ്ങൾ ചർച്ച ചെയ്തു. അവസാനം എനിക്ക് അവതാരിക എഴുതി തന്നു. ആ തങ്ങളവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ പ്രവാചക കേശവും പ്രയോജക ശാസ്ത്രവും എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു ലേഖനം. ഈ ലേഖനത്തിൽ അവസാനം പറയുന്ന ഒരു വാചകം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. സയനിസ്റ്റ് തമ്പുരാക്കന്മാരുടെ ഇച്ചക്കൊത്ത് പാറിപ്പറക്കുന്ന നിടജനങ്ങൾ, കേശകൗശലക്കാരന്റെ ആദർശ പുരുഷൻ ചിറ്റടിമീത്തൽ അബൂബക്കർ ആണെന്ന സത്യം അറിയാത്തവരായി ആരാണുള്ളത്? ചിറ്റടിമീത്തനെ, മനോരോഗിയെ അള്ളാഹുവിന്റെ വലിയായി വിലയിരുത്തുന്നവരെ സയ്യിദ് ഇസ്മായിൽ ശിഹാബുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഗൗരവപൂർവ്വം ശാസിച്ചിരുന്നു എന്ന് പറഞ്ഞ ചിറ്റടിമീത്തലിനെ CM അബൂബക്കർ മുസ്ലിയാർ മടവൂരിനെ സംബന്ധിച്ച ഈ മടവൂർ മാനസിക രോഗിയായിരുന്നു എന്ന് പാനൂരിൽ നിന്ന് ഇറങ്ങിയ ഈ സാധനം കണ്ടപ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. മഹാനായ കാന്തപുരം ഉസ്താദിനെ അവിടെയും കൊണ്ടുപോകാറില്ലേ? അവിടെയും കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാറില്ലേ? ഞാനിത് പറഞ്ഞു വരുന്നത്
നമ്മുടെ നേതൃത്വത്തെ ഉപയോഗപ്പെടുത്തി സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ബഹുമാനപ്പെട്ട CM വരുമ്പോൾ പോലും മാനസിക രോഗിയാണെന്ന് പറയാൻ ധൈര്യം വരുന്നവർ നമ്മളെ കൂട്ടത്തിൽ ചുറ്റിക്കറങ്ങുമ്പോ അതൊക്കെ കണ്ടറിയാനുള്ള കഴിവും മനസ്സിലാക്കാനുള്ള തന്റെ ഇടവും സഖാഫികൾക്കുണ്ടാകണം എന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ സഖാഫികൾ സുന്നത്ത് ജമാഅത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മുടെ നേതൃത്വത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന വിഷയത്തിലും മറ്റ് വിഷയത്തിലും നമ്മൾ സംശയാലുക്കളാകാതെ നമ്മുടെ ഉസ്താദുമാരെ പിന്നിൽ അടിയുറച്ചു നിന്ന് നമ്മൾക്ക് മുൻഗാമികൾ മുഖേന കിട്ടിയ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണമെന്നും ഇവിടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖ്ഖനെ ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ആദർശം തന്നെ നമ്മുടെ വിഷയമായി ഉൾക്കൊള്ളാനും അതിനുവേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ആ പ്രവർത്തനങ്ങൾക്ക് വിജയം കാണാനും അല്ലാഹു നമുക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും അനുയായികൾക്കും SSF-ന്റെയും SYS-ന്റെയും SMA-യുടെയും സുന്നി ജമീയത്തുൽ മുഅ്മിനീന്റെയും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴും അതിലൊരു അതുപോലൊന്നുമില്ല. മർക്കസ് ഒന്ന് പഠിച്ചിട്ട് ഉസ്താദ് തന്നെയാണ് കുറ്റിയാടി പോയിട്ട് തുടങ്ങാൻ പറഞ്ഞത്. ഉസ്താദ് തന്നെയാണ് സിറാജുദ്ദീന്റെ പ്രസിഡന്റ്. ഇവിടെ വന്നപ്പോഴും പലരും സിറാജുദ്ദീനക്ക് നേർച്ച വന്നിട്ടുണ്ട്, അവർക്ക് നേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പലരും നേർച്ച വന്നിട്ടുണ്ട്. അങ്ങനെ പലരും നേർച്ച വന്ന് നേർക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മർക്കസിനെയും മഅദിനെയും സൈരിയെയും മഖറിനെയും മജ്മഇനെയും നമ്മളെ പറന്നു കിടക്കുന്ന നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഒന്നേ പത്തിന് നിർത്താൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥാപനവും പറയുന്നില്ല. നമ്മളെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദീനിന്റെ ഖിദ്മത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ടവരായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കോ നമ്മുടെ ശിഷ്യന്മാർക്കോ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കോ നമ്മളെ സഹായിക്കുന്നവർക്കോ സഹകരിക്കുന്നവർക്കോ വിദേശത്തുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ നമുക്കോ ചെറുതോ വലുതോ ആയ എന്ത് രോഗങ്ങളുണ്ടോ പടച്ച റബ്ബേ നീ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ഐനീങ്ങളെ ഐനിൽ നിന്ന്, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന്, ളാലിബീങ്ങളെ ദുൽമിൽ നിന്ന്, എല്ലാ മുഖ്താബിന്റെ ഖിബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, ഫസാദിൽ നിന്ന്, എല്ലാ ശർറുള്ളവരുടെ ശർറിൽ നിന്നും ഞങ്ങളെ ഗുരുവർയന്മാരെയും ഞങ്ങളുടെ ദീനിന്റെ ഖാദിമീങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. യാ അലീം യാ ഹകീം യാ അല്ലാഹ്. നിന്റെ ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആലിമീങ്ങളാണ്, മുതഅല്ലിമീങ്ങളാണ് ഈ സദസ്സിലുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഇൽമു നീ നാഫിയാക്കണേ അല്ലാഹ്. ഇൽമിന്റെ വഴിയിൽ സേവനം ചെയ്യുന്ന ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. ഏത് രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുണ്ടോ, സർവ്വ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പ്രസംഗങ്ങൾ തീർന്നു പോകും, ക്ലാസുകൾ കഴിഞ്ഞു പോകും, ഞങ്ങളെല്ലാം കഴിഞ്ഞു പോകും. താജുൽ ഉലമ യാത്ര ചെയ്തതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. താജുൽ ഉലമയടക്കം അവേലത്ത് തങ്ങളടക്കം ജബലുല്ലി തങ്ങളടക്കം ഫളൽ തങ്ങളടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം സയ്യിദന്മാരുണ്ട്, ആലിമീകളുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ചെറുസോട് ഉസ്താദ്, ഇമ്പിച്ചാൽ ഉസ്താദ്, അണ്ടോട് ഉസ്താദ് തുടങ്ങിയങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഈ മർക്കസിൽ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച എത്രയോ ഉസ്താദുമാര് വേറെയും വഫാത്തായി പോയവരുണ്ട്. അല്ലാതെ ദർസിലും മദ്രസയിലും പഠിപ്പിച്ച ഉസ്താദുമാര് വഫാത്തായവരുണ്ട്. അവരെ ഞങ്ങളെയുമെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഗുരുനാഥന്മാരുടെ ദീർഘായുസ്സുകൊണ്ട്, ആഫിയത്തുകൊണ്ട്, ഇസ്സത്തുകൊണ്ട്, ഹിമ്മത്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മർക്കസിന്റെ സമ്മേളനം നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞാൽ SYS-ന്റെ സമ്മേളനം അതിന്റെ മുന്നിലുണ്ട്. രണ്ടും സഖാഫികൾ എല്ലാവരും ഏറ്റെടുക്കണം എന്ന് പ്രത്യേകമായി ഒരെളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ
സിറാജ് പത്രം, അത് രാത്രിയും പകലും എപ്പോഴും ആ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി എല്ലാവരും നന്നായി പരിശ്രമിക്കണം എന്നോർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റജബ് കഴിഞ്ഞു, ഇപ്പോഴും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ദ്വാരക്കാവുന്നു. അങ്ങനെ ദ്വാരക്കുന്നതിനൊരു കുഴപ്പമില്ല. ഫീ റജബിൻ എന്ന് പറയുമ്പോൾ തന്നെ മാരിഫ് ആകുന്നില്ലല്ലോ, ഏത് റജബിലും ബർക്കത്ത് ചെയ്യണമല്ലോ. ഫീ റജബിൻ എന്നല്ല പറയുന്നത് തന്നെ. അപ്പൊ എല്ലാ റജബും പെട്ടില്ലേ, ഒറ്റ റജബ് മാത്രമല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ഇതിനേക്കാൾ മനസ്സിലായ ഉസ്താദുമാരുണ്ടെങ്കിൽ അവർ തിരുത്തൂന്ന് ഞാൻ വിചാരിക്കാം. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഈ പരിപാടി ഇനി ഏറെ നീട്ടുന്നില്ല. ഖത്ബുൽ ബുഖാരിയുടെ പരിപാടി അടുത്ത സെഷൻ വേഗം ആരംഭിക്കേണ്ടതുകൊണ്ട് 1-2 പ്രകാശനം. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിലെ മുദരിസ് KS മുഹമ്മദ് ബാഖവി എഴുതിയ അലിഫയുടെ ഒരു ഷറഹ്, അത് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ മർക്കസിന്റെ വൈസ് പ്രസിഡന്റ് പ്രകാശനം ചെയ്യുന്നു. മർക്കസിന്റെ ജനറൽ സെക്രട്ടറി, ജനറൽ മാനേജർ